എല്ലാം ഡിജിറ്റൽ ആകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ. ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്. നമസ്കാരം. വന്യജീവികളെ നിയന്ത്രിക്കാനും പരിരക്ഷിക്കാനും നമുക്കൊരു നിയമമുണ്ട്. നിയമം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നിയമത്തിൽ പറയുന്നത് നടപ്പാക്കുകയും വേണം. നിയമത്തിൽ പറയുന്നത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടാൽ തിരുത്തുകയും വേണം. രാജ്യത്തെ ഏതെങ്കിലും നിയമം മനുഷ്യജീവനേക്കാൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം, പൊളിച്ചെഴുതണം. നരഭോജിക്കടുവകളും കൊലകൊല്ലി കാട്ടാനകളും നാട്ടിലെത്തി മനുഷ്യജീവനെടുക്കുമ്പോൾ നിയമത്തിലെ പഴുതുകൾ ചൂണ്ടിക്കാട്ടി മനുഷ്യജീവൻ വന്യജീവികൾക്ക് പന്താടാൻ ഇട്ടുകൊടുക്കുന്നത് മൃഗാധിപത്യമാണ്, ജനാധിപത്യമല്ല. ഷോ ദ സ്പിരിറ്റ് പ്രൈം ടൈം ഡിബേറ്റിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വന്യജീവി ആക്രമണം നേരിടാൻ പ്രധാന വെല്ലുവിളിയായിരിക്കുന്നത് കേന്ദ്ര നിയമമാണ്. നമ്മുടെ രാജ്യത്ത് വന്യമൃഗങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയണ്ടേ? മറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലയില്ലേ? അതിനനുസരിച്ച് പോകാൻ കഴിയണ്ടേ? അത് സംസ്ഥാനത്തിന് മാത്രമായി ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ആര്? ഇതിനെല്ലാം ഉത്തരവാദികളായ കോൺഗ്രസും BJPയും തന്നെ. അതാണ് ഇതിലെ ഏറ്റവും രസാവഹമായ വസ്തുത. 18 UDF MPമാരുണ്ടല്ലോ. ഈ കേന്ദ്ര നിയമത്തെക്കുറിച്ച് ഒരക്ഷരം പാർലമെന്റിൽ സംസാരിച്ചോ? പോട്ടെ, വയനാടിനെ പ്രതിനിധീകരിക്കുന്നയാളാണല്ലോ രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ഇപ്പോഴുള്ള നില വെച്ച് ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്നാൽ സമയം കിട്ടുമല്ലോ. വയനാടിൻ്റെ പ്രശ്നം അവതരിപ്പിച്ചോ ഏതെങ്കിലും ഘട്ടത്തിൽ? ഇപ്പൊ അവര് വലിയ തോതിൽ മോർച്ചറി കയറി ശവമടക്കം എടുത്തുകൊണ്ട് പോവുകയാണ് പ്രതിഷേധിക്കാൻ. ഇതാണ് വസ്തുത. നിങ്ങളാണ് അതിന് ഉത്തരവാദികൾ. ഇപ്പൊ ജനവാസ മേഖലകൾ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ടായിട്ടും അപ്രകാരം ചെയ്യുന്നില്ല എന്ന പ്രചരണമാണ് വ്യാപകമായി നടത്തുന്നത്. ഇതിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളുണ്ട്. അത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 11(1)(a) പ്രകാരം ഉള്ളതാണ്. ഇതനുസരിച്ച് അപകടകാരിയായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത്തരം വന്യമൃഗങ്ങളെ പിടികൂടാനോ മയക്കുവെടി വെക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ സാധ്യമല്ല എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെട്ടു എന്ന് കാര്യകാരണ സഹിതം എഴുതി രേഖപ്പെടുത്തണം. ഇതാണ് നിയമത്തിലെ വ്യവസ്ഥ. അപ്പം ആദ്യം ഇതൊക്കെ ചെയ്യണമെന്നാണ് നിയമത്തിൽ കർശനമായി പറഞ്ഞിട്ടുള്ളത്. ഒരു ഉദാഹരണം, 2018 നവംബർ 2-ന് മഹാരാഷ്ട്രയിലെ പണ്ടർകോട എന്ന സ്ഥലത്ത് വെച്ച് 13ഓളം മനുഷ്യരെ കൊന്നു തിന്ന അവനി എന്നു പേരുള്ള ഒരു പെൺകടുവ, ആ പെൺകടുവയെ കൊല്ലാൻ മഹാരാഷ്ട്ര ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ പുറപ്പെടുവിച്ചു. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ 60% കടുവ കഴിച്ചു എന്തായിരുന്നു ഇതിനുള്ള കാരണം.
പക്ഷേ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് ഈ കേസ് പരിഗണിക്കവേ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. കടുവ മാൻ ഈറ്റർ, അതായത് നരഭോജി ആണ് എന്നതിനുള്ള തെളിവുകൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും വെടിവെച്ച ആൾക്കെതിരെയുമുള്ള കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതാണ് കേന്ദ്ര നിയമം. ആ നിയമമാണ് മാറ്റേണ്ടത്. ആ നിയമം മാറ്റേണ്ടത് മനുഷ്യന്റെ രക്ഷയ്ക്കാവശ്യമാണ്. ഫ്രണ്ട് ഇൻഡിബിറ്റ് പരിശോധിക്കുന്നു. കാടിറങ്ങുന്ന കലിക്ക് പരിഹാരമോ? സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ നിയമം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ഗിരിദാസ്, ആനിമൽ വെൽഫെയർ ബോർഡ് അംഗമാണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, KPCC വക്താവ്. ജെയിംസ് വടക്കൻ, പൊതുപ്രവർത്തകൻ. സിനോജ് വെള്ളാടി, NCP സംസ്ഥാന കമ്മിറ്റി അംഗം. ആദ്യം സിനോജ് വെള്ളാടിയിലേക്ക്. സിനോജ്, ഈ മുഖ്യമന്ത്രി പറയുന്നത് നിലവിലെ നിയമം വന്യമൃഗങ്ങളെ തുരത്തുന്നതിനോ മനുഷ്യജീവന് ആപൽക്കാരമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലിപൂണ്ട കാട്ടാനകളെയും നരഭോജികളായ കടുവകളെയും നിയന്ത്രിക്കുന്നതിന് ഇപ്പോഴത്തെ കേന്ദ്ര വന നിയമം വലിയ പ്രശ്നമുണ്ടാക്കുന്നുവെന്നാണ് വനം വകുപ്പ് ഭരിക്കുന്ന നിങ്ങളുടെ പാർട്ടിയും അതുകൊണ്ട് തന്നെയാണോ ഈ ആളുകൾ ഇത്ര പേർ മരിച്ചു വീണിട്ടും വേണ്ടത്ര ഒരു പരിഹാര നിർദ്ദേശത്തിലേക്ക്, പരിഹാര മാർഗത്തിലേക്ക് കടക്കാത്തത്? ഇത് പല ചർച്ചകളിലും ഇവിടെ ഈ വന്യജീവി സംഘർഷം ഉണ്ടായ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. നമ്മളെപ്പോഴും പറയുന്നതാണ്, വന്യജീവി സംരക്ഷണ നിയമത്തിലെ 1972 നിയമം ഉണ്ടാക്കിയ സമയത്തും അതിലെ സെക്ഷൻ 11A എന്ന് പറയുന്ന വകുപ്പിലും അപകടകാരികളായിട്ടുള്ള വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതിന് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്ന് പറയുന്നെങ്കിലും ആ അധികാരം ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് അധികാരം ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മൾ പല ചർച്ചകളിലും പറയുമ്പോൾ അതൊന്നും വഴങ്ങാത്ത ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ആളുകളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കളെ സംബന്ധിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ നാളുകളിൽ വയനാട്ടിൽ ഒരാഴ്ചക്കിടയിൽ 2 പേരെ ആന കൊന്നുകളഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തിയപ്പോൾ അവിടെ വളരെയേറെ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി. വൈകാരികമായ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ആ TV മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഒട്ടേറെ നേതാക്കന്മാർ, മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ, പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ആ സംഭവ സ്ഥലത്ത് ചെല്ലുകയും അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. കേന്ദ്രമന്ത്രി, വന്യജീവി വകുപ്പ് മന്ത്രി ഭൂപേഷ് യാദവ് എന്ന് പറയുന്ന മന്ത്രി വന്ന് അവിടെ ഒരു യോഗം വിളിച്ചു കൂട്ടുകയും അവിടുത്തെ ആളുകളുടെ ആ ഒരു വൈകാരികമായ ഒരു നിമിഷങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അപകടാവസ്ഥയൊക്കെ മുതലെടുത്തുകൊണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രി പറഞ്ഞ് നമ്മളന്ന് കണ്ടതാണ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 11 അനുസരിച്ച്, അദ്ദേഹം സെക്ഷൻ 11 പറഞ്ഞോന്ന് എനിക്കറിയില്ല, സംസ്ഥാന സർക്കാരിന് അപകടകാരികളായിട്ടുള്ള വന്യജീവികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൊന്നുകളയുന്നതിന് വേണ്ടിയിട്ട് നിലപാട് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ നിയമം പ്രയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഒരു പ്രസ്താവന ആ യോഗത്തിൽ വെച്ച് നടത്തിയത് കണ്ടപ്പോൾ ഞാൻ കേട്ടിരുന്ന എന്നെ പോലെയുള്ള ആളുകൾ, ഒരു മന്ത്രിയാണല്ലോ ഇത് പറയുന്നത്, ഇവിടുത്തെ ഒരു ജനങ്ങളെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായി. അത് തന്നെയാണ് പറയുന്നത്. ആ മന്ത്രി അന്നത് പറഞ്ഞെങ്കിൽ പോലും ആ വകുപ്പിലെ എന്തൊക്കെ മാർഗങ്ങളാണോ ആ വകുപ്പ് ഉപയോഗിക്കണം എങ്കിൽ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉപയോഗിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് അധികാരം ഉപയോഗിക്കുന്നതിന് കുറച്ച് എഴുത്തുകുത്തുകളുടെയും രേഖകളുടെ ഇത് മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ഈ കാര്യത്തിൽ പക്ഷേ ഇത് ചെയ്യുന്നില്ല. അപ്പോ ചിലപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, മുമ്പൊക്കെ ചീഫ് വൈൽഡ് വാർഡൻ ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കേണ്ട സമയത്ത് പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകും. അപ്പോൾ പിന്നെ ഉത്തരവ് ഇറക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്തരം പരിപാടികളാണ് ചെയ്യുന്നത്. അതായത് ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും സർക്കാർ നിയമങ്ങൾക്കും അല്ലെങ്കിൽ അത് നടപടിക്രമം പൂർത്തിയാക്കണം. വേഗത്തിലും ചെയ്യാം, താമസിച്ചും ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഇതിലേതാണ് ചെയ്യേണ്ടത്? നടപടിക്രമം അല്ല, അതിലേതാ കടലാസിൽ എഴുതി കൊടുക്കേണ്ട നടപടിക്രമം എന്ന് പറഞ്ഞ ഏതാ?
അല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയല്ലേ രേഖകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ, അതായത് മറ്റു രേഖകൾ ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്. കൊല്ലാം സിനോജെ, ഇല്ല രേഖകൾ ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞത്. മറ്റു മാർഗങ്ങളില്ല എങ്കിൽ പറഞ്ഞ മറ്റു മാർഗങ്ങൾ എന്തൊക്കെയാ? അതിനെ നിരീക്ഷിക്കുക ആദ്യം, അതിനുശേഷം മൈക്കോടി വെച്ച് പിടിച്ച് റേഡിയോ കോളർ ധരിപ്പിച്ച് വിടുക, അതിനുശേഷവും അവൻ അക്രമകാരിയായി വന്നു കഴിഞ്ഞാൽ അവനെ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ നോക്കുക. കൂട്ടിലടച്ചിട്ട് നിൽക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ആണ് അവസാന വട്ടം എന്നുള്ള രീതിയിലാണ് അതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. അതാണ് ഇതിനകത്ത് കൃത്യമായി പറയുന്നത്. അല്ല, നമുക്ക് നമ്മുടെ രാജ്യത്ത് നിയന്ത്രിക്കാനൊന്നും കഴിയില്ല. അതല്ല വന്യമൃഗത്തെ അതറിയാലോ. അതെ ആ വസ്തുതയിലേക്ക് വാ. വന്യമൃഗത്തെ കൺട്രോൾ ചെയ്യാൻ കേൾക്കാമോ? ജെയിംസ് വടക്കൻ, ഞാൻ സിനോജിലേക്ക് വരാം. ജെയിംസ് വടക്കൻ കേൾക്കാമോ? ജെയിംസ്, അതായത് സിനോജ് വെള്ളാടി പറയുന്നത് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വനം വകുപ്പിന് യാതൊരു കാരണവശാലും ഒരു മൃഗത്തെ, ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയ ഒരു മൃഗത്തെ കൊല്ലാൻ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുവാൻ കഴിയില്ല. പരമാവധി ട്രാങ്കുലേറ്റ് ചെയ്ത് നീക്കാം എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ളത്. നിയമ ഭേദഗതി വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അതെ, ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ അവസാനം, അതായത് MP ജയരാജൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. നിങ്ങളുടെ ശബ്ദം വ്യക്തത പോരാ, അല്പം കൂടി. 2018 നവംബർ 2-ാം തീയതി ജെയിംസ്, അങ്ങയുടെ ശബ്ദത്തിൽ വ്യക്തത പോരല്ലോ. കേൾക്കാവോ? യെസ്. ഹലോ, അങ്ങയുടെ മൈക്ക് അല്പം അടുത്ത് പിടിച്ച് സംസാരിച്ചോളൂ. ഉണ്ടായ ഒരു ആക്രമണത്തെയാണ് മുഖ്യമന്ത്രി ഇന്ന് എടുത്തു കാണിച്ചത്. അവിടെ 13 മനുഷ്യരെ കൊന്ന അവനി എന്ന് പറഞ്ഞ പെൺകടുവയെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കൊന്നപ്പം അതിനെതിരെ കേസ് കൊന്നെന്നാണ് പറഞ്ഞത്. അത് 2018 നവംബർ 2-ലെ കാര്യമല്ലേ? അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന കൈകഴുകല, സംശയമൊന്നുമില്ല. പിന്നെ ഇതൊന്നും വേണ്ടെന്നേ, ഇത് ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അധികാരങ്ങൾ ഉണ്ട് എന്ന് കേന്ദ്രമന്ത്രിയും ഇല്ല എന്ന് സംസ്ഥാന മന്ത്രിയും പറയുമ്പം നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി നമ്മൾ കോടിക്കണക്കിന് രൂപ മുടക്കി സുപ്രീം കോടതി കേസ് നടത്തിയില്ലേ? നമുക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടായില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഈ 9,909 മനുഷ്യൻ 8 വർഷം കൊണ്ട് പെടഞ്ഞ് വീണ് മരിച്ചതിൻ്റെ പേരിൽ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിക്കൂടാ? സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് പോകാമല്ലോ. ഇതൊന്നും പറയണ്ട. കഴിഞ്ഞ 14-ാം തീയതി ഈ 140 MLA-മാർ കൂടി കേന്ദ്രത്തിലേക്ക് ഒരു കത്തയച്ചില്ലേ? പ്രമേയം നിയമസഭ പാസാക്കി. എന്താണ് അത് എഴുതിയിരിക്കുന്നത്? അവിടെ ആനയും പുലിയും കടുവയൊന്നും എഴുതിയിട്ടില്ല. അവരെഴുതിയിരിക്കുന്നത് അവിടെ ശരിക്കും പറഞ്ഞാൽ കാട്ടുപന്നി പിന്നെ കുരങ്ങ് അക്രമകാരിയാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലായല്ലോ. സത്യത്തിൽ എനിക്ക് തോന്നുന്ന മുഖ്യമന്ത്രിയുടെ ഈ ഏറ്റവും അവസാനത്തെ ഈ പ്രസംഗം നമ്മൾ കാണിച്ചതിൻ്റെ ബാക്കി പറയുന്ന ഭാഗത്ത് ഈ മഹാരാഷ്ട്രയിലെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് അതിന് ഉത്തരവിട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇന്നും കോടതി കൂടെ കയറി നടക്കുകയാണ്. അത് വെടിവെച്ച ഗാർഡ് കേട് നടക്കുക എന്നൊക്കെ പറയുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ പിന്നെ ഏതെങ്കിലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അങ്ങനെ നടപടിയെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരില്ല. സത്യത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നത് 1972-ലെ ഈ പറയുന്ന കേന്ദ്ര വന്യജീവി നിയമത്തെ സെക്ഷൻ 11 ഹാനികരമാണെന്നും കേരളത്തോളം ജനനിബിഡമായ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നിടത്ത് ഇത്ര 8 വർഷം കൊണ്ട് 909 പേര് മരിച്ചു എന്നും ചൂണ്ടിക്കാണിച്ച് ഒരു സ്റ്റേറ്റ് സുപ്രീം കോടതിയിൽ ഈ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യനെയും പിന്നെ എലഫൻറ്റ് ടീമിനെയും ഒക്കെ കക്ഷി ചേർത്തുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യാതിരുന്ന പ്രശ്നമല്ലേ ഉള്ളത്. നാച്ചുറലായിട്ടൊരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ കേന്ദ്ര സർക്കാർ പറയുമല്ലോ. അപ്പോൾ അതൊരു ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ ഉണ്ടാവുമല്ലോ. എന്ന് മാത്രമല്ല, ഈ 909 പേര് മരിച്ചിരിക്കുന്നു. ഇത്രയേറെ ജനവാസ കേന്ദ്രങ്ങളിൽ ഒരിടത്തും ഇതിനൊരു ഫെൻസിങ് ഇല്ല. കേരളത്തിന് താങ്ങാവുന്നതിൻ്റെ 10 ഇരട്ടി ആനകൾ കേരളത്തിലുണ്ട്, അല്ലെ പുലിയുണ്ട് എന്നൊക്കെ ഒരു സംസ്ഥാന സർക്കാർ ഈ കപിൽ സിബലിനെ പോലെയും അതിനേക്കാൾ കൂടുതൽ പൈസ മേടിക്കുന്ന ഈ വലിയ സുപ്രീം കോടതിയിലെ അഭിഭാഷകരെയും വെച്ച് ഒരു കേസ് എന്തുകൊണ്ട് സുപ്രീം കോടതി ഫയൽ ചെയ്യുന്നില്ല? സ്റ്റേറ്റ് ഫയൽ ചെയ്യണ്ടേ? അത് ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ അടുത്ത നാളിൽ നമ്മൾ ഇത് ഡിസാസ്റ്ററായിട്ട് സ്റ്റേറ്റ് ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. സത്യത്തിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ആന ചവിട്ടി കൊല്ലുന്നതിനേക്കാൾ ഭീകരമായ ഡിസാസ്റ്ററാണ്. 4 തലത്തിൽ അവർ കമ്മിറ്റി ഉണ്ടാക്കി. സംസ്ഥാന മുഖ്യമന്ത്രി നേതൃത്വത്തിൽ മന്ത്രിസഭാ കമ്മിറ്റി, പിന്നെ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ ഒരു സംസ്ഥാനതല കമ്മിറ്റി, ജില്ലാതലത്തിലുള്ള കമ്മിറ്റി, പ്രാദേശിക തലത്തിലുള്ള കമ്മിറ്റി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സെക്ഷൻ 11 പ്രകാരം കേരളത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമേ വനത്തിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന ആനയെ കൊല്ലാൻ അനുവാദം ഉള്ളെങ്കിൽ
പിന്നെ ഈ കമ്മിറ്റിക്ക് എന്താ പ്രസക്തി ഇരിക്കുന്നത്? കമ്മിറ്റിക്ക് ആകെപ്പാടെ ചെയ്യാവുന്നത് നാട്ടിലിറങ്ങുന്ന ആനേനെയും കാട്ടുപോത്തുകൊണ്ടാണോ പോകുന്നത്, അവിടുത്തെ ജനജീവിതം വേണേൽ സ്തംഭിപ്പിക്കാം. നമ്മൾ കോവിഡ് കാലത്ത് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞത് ഈ പറയുന്ന എന്താ പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം. സത്യത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് വന്യജീവി ആക്രമണത്തെ സർക്കാർ പ്രഖ്യാപിച്ചതോടെ പശ്ചിമഘട്ടത്തിലെ മുഴുവൻ, തിരുവനന്തപുരം തുടങ്ങി ഏതാണ്ട് കണ്ണൂർ വരെയുള്ള പശ്ചിമഘട്ടത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാകും സംശയമില്ല. ഒരു ഒന്നാമത്തെ തവണ നമ്മൾ കണ്ടു കഴിഞ്ഞു. 8 മണിക്ക് ശേഷം മൂന്നാറിനപ്പുറത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകരുത്. നമ്മൾ 2 ദിവസം മുന്നേ കണ്ടു മൂന്നാറിൽ തേയിലത്തോട്ടങ്ങളിൽ കൂടെ ആനയ്ക്ക് നിർബാധം സഞ്ചരിക്കാനായിട്ട് അവരവിടെ ഇട്ടിരിക്കുന്ന മുള്ളുവേലി എല്ലാം പൊളിച്ചു മാറ്റണമെന്നാണ്. മുള്ളുവേലി പൊളിച്ചു മാറ്റുകയല്ല ചെയ്യേണ്ടത്, ആന കാട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക ചെയ്യേണ്ടത്. അവിടുത്തെ CCF എന്താ പറഞ്ഞത്? ഞങ്ങൾ ആന ഇറങ്ങുന്ന സ്ഥലം പറഞ്ഞു തരാം, അത് പോകുന്ന വഴി കാണിച്ചു തരാം, ആ വഴിയിലുള്ള മുള്ളുവേലി മാറ്റാനായിട്ടാണ് തേയിലത്തോട്ടക്കാർ പോകുന്നത്. എന്നാൽ പിന്നെ ഈ CCFനും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും ഈ ആന ഇറങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് ആനേനെ കാട്ടിലേക്ക് കയറ്റിവിട്ടാൽ എന്ത് ബാലിശമായി കാണിക്കുന്നത് മുഴുവൻ. വേറൊരു കളക്ടറാണ്ട് വയനാട്ടിൽ പറഞ്ഞിരിക്കുന്നത് 8 മണിക്ക് ശേഷം നിങ്ങൾ ലൈറ്റ് ഒന്നും വിടരുത്. നമ്മളുടെ കാര്യം മനസ്സിലാക്കണം, കേരളം ഈ പശ്ചിമഘട്ടത്തിന് ഇങ്ങേപ്പുറേ ഒരു കടലിൻ്റെ സൈഡിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ ബന്ദിപ്പൂര് ഇതുപോലൊരു ജില്ലാ കളക്ടർ ചെറുതായിട്ടൊരു സാധനം എഴുതി വിട്ടതാണ്. ഇന്ന് സുപ്രീം കോടതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നോക്കിയിട്ട് പോലും ഒഴിവാക്കാനാവാത്ത ബന്ദിപ്പൂർ യാത്രാ നിരോധനം. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇനി മറയൂർ നിരോധനം വരും, ഇങ്ങോട്ട് വരുമ്പോൾ ബോഡിമേറ്റ് നിരോധനം വരും, കുമളി നിരോധനം വരും. സത്യത്തിൽ കേരളത്തിലെ ആർക്കും കേരളത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ പശ്ചിമഘട്ടത്തേക്കുള്ള വഴികളേ ഉള്ളൂ. അല്ലെങ്കിൽ ട്രെയിനിൽ പോകണം, അല്ലെങ്കിൽ അവർ ഫ്ലൈറ്റിന് പോകണം. പക്ഷെ സത്യത്തിൽ കേരളത്തിലെ മനുഷ്യരെ പുറത്തേക്ക് വിടാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ദുരന്ത നിവാരണ നിയമ പ്രയോഗത്തിലൂടെ കേരളത്തിലെ മലയോര മേഖലയിലെ മനുഷ്യരെ ബന്ദിയാക്കി എന്നാണോ ജെയിംസ് വടക്കം പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും ബന്ദിയാക്കാൻ പോവുകയാണല്ലോ. ഇന്നലെ സംഭവിച്ചില്ലേ? ഇന്നലെ എന്താ പറയുന്നത്, മറയൂര് നമ്മുടെ രാത്രിയിലെ വണ്ടി ഓടിക്കുന്നെന്ന് പറഞ്ഞില്ലേ, മൂന്നാറിൽ വരുന്നില്ലേ? എന്താ പറയുന്നത്, ഒരു സ്റ്റേറ്റ് ഹൈവേയിൽ കൂടെ യാത്ര ചെയ്ത് പോകണോ വേണ്ടോ തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണോ? അല്ലല്ലോ. ഞാൻ പറഞ്ഞത് അതൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്താ ഉദ്ദേശിച്ചത്? ശരിക്ക് കേരളത്തിലെ ജനങ്ങളുടെ, മലയോര ജനങ്ങളുടെ യാത്ര നമ്മൾ പറഞ്ഞാൽ കണ്ടല്ലോ. ഇപ്പോൾ ഇടുക്കിയിലെ 3 നില നിരോധനം എന്താണ്? ഓറഞ്ച് സോണും റെഡ് സോണിലും കെട്ടിട നിർമ്മാണ നിരോധനം എന്താണ്? ആരാണത് കൊണ്ടുവന്നത്? അത് കൊണ്ടുവന്നത് ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരാണെങ്കിലും അവർക്കത് ശരിയല്ലെന്ന് തോന്നിയപ്പോൾ അവർ അന്നേരം പറഞ്ഞു ഞങ്ങളല്ല ചെയ്യേണ്ടത്, അത് നിങ്ങൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ചെയ്തോണം എന്ന് പറഞ്ഞ് അവർ കൈ കഴുകി. അപ്പോൾ സത്യത്തിൽ ഈ നിരോധനങ്ങൾ മുഴുവൻ കൊണ്ടിരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. നമ്മൾ കോവിഡ് കാലത്ത് കണ്ടില്ലേ, കോവിഡ് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങരുത് പോലും ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമത്തിൽ. ഞാൻ ജെയിംസിലേക്ക് തിരിച്ചു വരാം. ഞാൻ ഡോക്ടർ ഗിരിദാസിലേക്ക് ഒന്ന് പോയതിനു ശേഷം വരാം. ഡോക്ടർ ഗിരിദാസ്, ഈ വേനൽ ചൂട് ആരംഭിച്ചതോടുകൂടിയാണ് ഈ വന്യജീവി ശല്യം കൂടുതലായി വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, വനത്തിൽ ഒന്നും വെള്ളം കിട്ടാനില്ല, വനത്തിന് അകത്ത് വനമില്ലാതായിരിക്കുന്നു. വനം ഇപ്പോൾ ഉള്ളത് കർഷകരുടെ ഭൂമിയിലാണ്, നട്ടുവളർത്തിയ മരങ്ങളാണ്. കാട്ടിലെ മരങ്ങളെല്ലാം തന്നെ തീർന്നു. മാത്രമല്ല, ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ സംരക്ഷിത വനമേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നട്ടുവളർത്തിയ യൂക്കാലി മരങ്ങളുടെ നട്ടുവളർത്തിയതിൻ്റെ അക്കേഷ്യ, യൂക്കാലി, അതുപോലെ വാറ്റ്, അതുപോലെയുള്ള സോഫ്റ്റ് വുഡുകൾ, അധിനിവേശ സസ്യങ്ങൾ ഈ സംരക്ഷിത വനമേഖലയിൽ നട്ടുവളർത്തിയോടുകൂടി ആ വനമേഖലയിൽ കനത്ത ശോഷണം ഉണ്ടായിട്ടുണ്ട്, വലിയ തോതിലുള്ള ജല ശോഷണവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പം ഞാനൊരു കണക്ക് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും കേൾക്കാൻ വേണ്ടിയിട്ട്, ആറളം ഫാമിൽ ഏതാണ്ട് 488.71 ഹെക്ടർ സ്ഥലം വനമേഖലയിൽ യൂക്കാലിയും അതുപോലെ തന്നെ വാറ്റിൽ അടങ്ങിയ വൃക്ഷങ്ങൾ. വയനാട് വന്യജീവി സങ്കേതത്തിൽ 9379 ഹെക്ടർ മേഖലയാണ്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടായ സ്ഥലത്തെ കാര്യമാണ് പറയുന്നത്, 9379. അതുപോലെ തന്നെ സൈലൻറ്റ് വാലിയിൽ 455 ഹെക്ടർ, മലബാറിൽ 4237, ഇങ്ങനെ പോകുന്നു. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് 8765 ഹെക്ടർ. ഈ രീതിയിൽ യൂക്കാലി മരങ്ങളും വാറ്റിൽ മരങ്ങളും അതുപോലെ തന്നെ അധിനിവേശ സസ്യങ്ങളും കൃഷി ചെയ്തതോടുകൂടി വനമേഖലയിൽ നിന്നും വന്യജീവികൾ അവർക്ക് വെള്ളം കിട്ടാതാകുമ്പോൾ പുറത്തേക്ക് വരും. കാരണം സ്വാഭാവികമാണ്, ദാഹമുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഹോട്ടലിലൊന്നും പോയി കഴിക്കാൻ പറ്റില്ല, അവർ സ്വാഭാവികമായിട്ട് പുറത്തേക്ക് വരിക സർവ്വസാധാരണമാണ്. ഇങ്ങനെ
വനത്തിൻ്റെ ഒരു ശോഷണത്തിന് ഉണ്ടാക്കിയത് 1985 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലും അതിനുശേഷം 95 വരെയും നടത്തിയിരിക്കുന്ന സാമൂഹിക വനവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ അധിനിവേശ സസ്യങ്ങളുടെ കൃഷി വലിയ തോതിൽ സ്വാഭാവിക വനങ്ങളെ നശിപ്പിച്ചു. അപ്പോൾ സ്വാഭാവിക വനങ്ങൾ ഇല്ലാതാകുമ്പോൾ തീറ്റയില്ലാതാകും, വെള്ളമില്ലാതാകും, വന്യജീവികൾ പുറത്തേക്ക് വരും. ഈ സാഹചര്യത്തിൽ ഈ വേനൽ കടുത്തതോടുകൂടിയാണ് പലപ്പോഴും ഈ വന്യജീവി ശല്യത്തിൻ്റെ വാർത്തകൾ, ആളുകളെ ജനവാസ മേഖലയിൽ ആനകളും കടുവകളും എല്ലാം കൊല്ലുന്ന വാർത്തകൾ കൂടുതൽ വരുന്നത്. ഈ വന്യജീവികളുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക ഇത്തരത്തിൽ ഈ ജലക്ഷാമവും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ? ബഹുമാനപ്പെട്ട സംഗതി, നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനം അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ നാട്ടിലല്ല ലോകം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാലാവസ്ഥ വ്യതിയാനം. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായി തന്നെയാണ് നമുക്ക് വെള്ളത്തിന്റെ ശോഷണക്കുറവും കാട്ടിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അക്കേഷ്യ പോലത്തുള്ള അധിനിവേശ സസ്യങ്ങൾ കൂടുതൽ വെച്ചാൽ കൂടുതൽ ജലാംശം വലിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ കാട്ടിലെ വെള്ളത്തിന്റെ അംശം കുറയുകയും ചോലകളിലെ വെള്ളം കുറയുകയും അങ്ങനെ മൃഗങ്ങൾക്ക് വെള്ളം ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം. വെള്ളവും ഭക്ഷണവും ഇല്ലെങ്കിൽ അത് തേടിപ്പോകുക എന്നുള്ളതാണ്. ആനയെ പോലുള്ള തേടി നടന്ന ഭക്ഷണം കഴിക്കുന്ന മൃഗങ്ങളാണ്. നമുക്കറിയാം ഒരു 2.4 ശതമാനം മാത്രമേയാണ് ലോകത്തിന്റെ വിസ്തീർണം നോക്കുമ്പോൾ വെറും 2.4% മാത്രമാണ് ഇന്ത്യ എന്ന സംസ്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷനിൽ തന്നെ നമുക്കറിയാം ഏകദേശം 8% നമ്മള് മൃഗങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ നമുക്കറിയാലോ എത്ര ഇരട്ടിയാണ് മൃഗങ്ങളെ നമ്മുടെ കാടുകളിൽ ഉൾക്കൊള്ളുന്നത്. അതിൽ തന്നെ ഏകദേശം 90ഓളം സ്പീഷീസുകളെ നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ടെത്തിയിട്ടുള്ള സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ 45,000 മരങ്ങൾ തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ. അപ്പൊ അതൊക്കെ നോക്കി വരുമ്പോൾ നമ്മൾ എന്നും നല്ല പക്ഷെ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഡെവലപ്ഡ് കൺട്രിയിൽ ഉണ്ടായ കാര്യങ്ങളൊന്നും നമുക്ക് അതേപോലെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ജനങ്ങൾ ജീവിക്കാനായിട്ട് തൊഴിലും അതോടൊപ്പം തന്നെ അനുബന്ധമായിട്ടുള്ള മേഖലകൾ കൃഷിയും അനുബന്ധ മേഖലകൾ ജീവിക്കുകയാണ്. അപ്പോൾ അധിനിവേശമല്ല ഇത് കർഷകര് അവിടെ കൃഷി ചെയ്യുന്നു, അത് അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ പരിതസ്ഥിതിയും നമുക്ക് അവൈലബിൾ ലാൻഡിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അത് കാലങ്ങളായിട്ട് തന്നെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യ വികസിക്കുമ്പോൾ എന്ത് തന്നെയാലും നമ്മൾ ലാൻഡ് യൂസേജ് കൂടും. ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് കാട്ടിൽ കൂടിയിരിക്കുകയാണ്. അത് ഒരുപക്ഷെ നമുക്കറിയാം ആനകളുടെ കാര്യം തന്നെ എടുക്കുക. ആനൊരു 10-15 വർഷം മുന്നൊന്നും ആനകൾ അങ്ങനെ കാട്ടിൽ നിന്ന് പുറത്തു വരാറില്ല. കാരണം അത് ക്രമാതീതമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം, ശരിയോ തെറ്റോ എങ്കിൽ പോലും അതിന്റെ ആളുകൾ വീരപ്പനെ പോലുള്ള ആളുകൾ ആനകളെ കൊന്നൊടുക്കിയിരുന്നു എന്നുള്ള സത്യം നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ ഫോറസ്റ്റ് ഫോഴ്സ് വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് അത്തരം ഹീനമായ പ്രവൃത്തികൾ വളരെ കുറഞ്ഞതുകൊണ്ട് അതോടൊപ്പം തന്നെ കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഈ കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കറിയാം അവര് അടുത്ത ഒരു ഓപ്ഷനിലേക്ക് വരികയാണ്. അതെന്താണ്? അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഭക്ഷണം പുറത്തുനിന്ന് അധികം താമസിയാതെ എല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വന്നൊരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ബന്ദിപ്പൂര് നമ്മൾ കൊണ്ടുവിട്ട ആന, കോളറിൽ ആന വയനാട് ഇങ്ങനെ എത്തി. കാരണം ആന അലഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പൊ അത് ഇനിയും സംഭവിക്കാം. അപ്പോൾ ദുരന്ത നിവാരണത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദുരന്തം നമുക്കറിയാം, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണം നമുക്കറിയാം. കാരണം അതിന് നമ്മൾ വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ് നേരത്തെ സാറ് പറഞ്ഞ മാതിരി എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ട് കൊറോണ സമയത്ത് നമ്മൾ പുറത്തിറങ്ങരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ദുരന്തമാണത്. അതുപോലെ മലയോര ഭാഗത്തേക്ക് 8 മണിക്ക് ശേഷം പോകാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. പക്ഷെ നമ്മൾ പ്രശ്നം പഠിക്കണം, പ്രശ്നത്തെ സോൾവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അല്ലാതെ കുടം കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിൽ എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റഡി, എവിടെയാണ് നമുക്ക് എത്തേണ്ടത്? കാരണം ഒരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ തുടങ്ങിയതില്ല. കാലാകാലങ്ങളായിട്ട് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് കാട് വെട്ടിപ്പിടിക്കുന്നു. ആ സമയത്ത് ഒരുപക്ഷെ നിയമങ്ങളിൽ അപ്പുറമായിട്ട് മനുഷ്യൻ അവരെ കൊന്നൊടുക്കിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവർ വിജയിച്ചത് കൊണ്ട് മാത്രമാണ് കുറെ. പക്ഷെ ഇന്നതല്ല, ഇന്ന് നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കിയതുകൊണ്ടും ജാമ്യമില്ലാ വ്യവസ്ഥകളൊക്കെ വന്നതോട് കൂടിയിട്ട് വന്യമൃഗങ്ങളെ തൊടാൻ സാധിക്കാത്തൊരു നല്ലൊരു കാര്യമാണ്. അവർ കൊല്ലണം നമ്മൾ ആരും പറയില്ല. പക്ഷെ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വന്യമൃഗങ്ങൾ വന്നാൽ അതിന് കൈകാര്യം ചെയ്യാനായിട്ടുള്ള മാൻഡേറ്റ്സ്, ഇപ്പൊ പ്രോജക്ട് എലഫന്റ് ഉണ്ട്, ടൈഗർ കൺസർവേഷൻ ഉണ്ട്, ടൈഗർ പ്രോജക്ട്സ്, ഇത്തരം പ്രോജക്റ്റുകളൊക്കെ അവര് ചർച്ച ചെയ്ത് ഒരു നല്ലൊരു റോഡ് മാപ്പ് ഉണ്ടാക്കിയിട്ട് അത് എങ്ങനെ ഒരു SOP, എങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് ആ ചെയ്യാൻ പറ്റുന്ന ഒരു SOP നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടില്
ഒരു വന്യമൃഗത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്നുണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് ലൈവ് അനിമൽ ആണ് എങ്കിൽ ഒരു ലൈവ് അനിമൽ ആണ് എങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് തീരുമാനം എടുക്കാം. അല്ലാതെ അത് കേന്ദ്രത്തിന്റെ നിയമത്തിന്റെ ഭാഗം കൊണ്ട് മാത്രമേ ചെയ്യാവൂ എന്നല്ല. ഒരു ലൈവ് അനിമൽ ആണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിന് എല്ലാ കാര്യം അതിനെ വെടിവെച്ച് കൊല്ലാൻ പോലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസിഷൻ ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ ലോ അമെന്റ് ചെയ്തിട്ടുള്ളത്. 2018 ഡിസംബർ 19 അമെന്റ് ചെയ്ത് അതിൽ പറയുന്നതാണ്, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അപകടകാരിയാണ്, അത് ലൈവ് ആണെങ്കിൽ അതിന് വെടിവെച്ച് കൊല്ലാൻ പോലും അധികാരമുണ്ട്. അത് വൈൽഡ് ഷെഡ്യൂൾ 1 പെട്ടാലും ചെയ്യാം എന്ന രീതിയിലാണ് ആ ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ നിയമത്തെ കൃത്യമായി പഠിക്കുകയും അതോ കൃത്യമായി അത് അവതരിപ്പിക്കുകയും അത് നമ്മുടെ നാട്ടിൽ അതിനെ എന്താ പറയാ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് കൈകാര്യം ചെയ്യണം. എല്ലാവരും ഒഴിഞ്ഞു മാറരുത്. ഞങ്ങൾ അതായത് അത് പല ഇൻസിഡൻസും ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞു ഒരു വൈൽഡ് ലൈഫ് പാർട്ടിന്റെ പേരിൽ കേസ് ഉണ്ടെന്ന്. അത് പണ്ട് ഒരു ആന വെടിവെച്ചു വന്നതിന്റെ പേരിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പേരിൽ കേസുണ്ട്. അങ്ങനെ കേസ് ഉണ്ട് എന്നല്ലെങ്കിൽ കേസ് വരും എന്നതുകൊണ്ട് ഇതൊന്നും മാറി നിൽക്കാൻ സാധിക്കില്ല. നമ്മള് ഇപ്പൊ ഗവൺമെന്റിന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ എന്തിനേലും ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കണം. എങ്ങനെ ചെയ്യണം, അത് എന്തൊക്കെയാണ് നമ്മുടെ പ്രിക്കോഷൻ. അല്ലാതെ നമ്മൾ റോഡ് അടച്ചത് കൊണ്ട് മാത്രം ആ പ്രിക്കോഷൻ എടുത്തുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. നമ്മൾ അതിന്റെ മിറ്റിഗേഷൻ പ്രോസസ് ഉണ്ട്. മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഒരു മിറ്റിഗേഷൻ പ്രോസസ് ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളൊരു ഇരുന്ന് എല്ലാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഗവൺമെന്റും ആ ലോക്കൽ ബോഡിയും എല്ലാവരും കൂടെ ഇരുന്ന് ആലോചിച്ച് അതിന് വേണ്ടതായ ഒരു തീരുമാനത്തിലെത്തി നമുക്കത് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മള് എന്താ പറയാ, നമ്മള് ചന്ദ്രനിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് വന്യമൃഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മളെല്ലാവരും കൂട്ടായ ചർച്ചയിലൂടെ ഒരുമിച്ചിരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അത് ടെക്നിക്കലായിട്ടുള്ള ആളുകളുണ്ട്, അതായത് സാധാരണക്കാരന്റെ ഒരു ചെറിയ ഐഡിയ മതി ചിലപ്പോൾ അത് വലിയൊരു കാര്യമായി വരാം. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു റൗണ്ട് ടേബിൾ മീറ്റിംഗിലൂടെ കൃത്യമായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അല്ലാതെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. ആ പ്രോസസ്സ്, ആ പ്രശ്നം നമ്മൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഡോക്ടർ, ഈ ട്രാങ്കുലേറ്റ് ചെയ്യുക, ഈ അക്രമകാരികളായ ജീവികളെ ട്രാങ്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം റേഡിയോ കോളർ ഘടിപ്പിക്കുക, ഇതൊക്കെ എത്രമാത്രം വിജയിക്കുന്നതാണ്? ഞാനത് ചോദിക്കാൻ കാര്യം, ട്രാങ്കുലേറ്റ് ചെയ്തൊരു ആനയാണല്ലോ വയനാട്ടിൽ ഒരാളെ കൊന്നത്. അതെ, അതാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഒരു പ്രോസസ്സ് അത് വിജയിക്കുന്നില്ലെന്ന് കണ്ടാൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ റേഡിയോ കോളർ ഇട്ടിട്ട് അതിലെന്ത് എന്ത് വിജയമാണ് കണ്ടത്? അരിക്കൊമ്പൻ പോയി തിരിച്ചു വന്നില്ലേ? തമിഴ്നാട്ടിൽ ആളെ കൊന്നില്ലേ? തണ്ണീർക്കൊമ്പൻ നമ്മൾ ആളെ കൊന്നില്ലേ? അപ്പൊ റേഡിയോ കോളർ ഇട്ടത് കൊണ്ട് ഒരു സേഫ്റ്റി സോണിലേക്ക് എത്തുന്നില്ല. അതിനെ നമ്മൾ മറിച്ച് എന്താ പറയുക, നമ്മുടെ ആനകളെ കുങ്കിയാനകളാക്കി മാറ്റണം. അത് നമ്മളൊരു വർക്ക് ഫോഴ്സ് ഉണ്ടാക്കണം. നമുക്ക് എവിടെ വർക്ക് ഫോഴ്സ് ഉള്ളത്? നമ്മളിപ്പോ എന്തിനാ നമ്മൾ പോലീസ് സേനനെ ഉണ്ടാക്കുന്നത്? എന്തിനാ നമ്മൾ അതിന്റെ ആവശ്യം എന്താ? ഇവിടെ അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോലീസ് സേനനെ വളർത്തിക്കൊണ്ടിരും. അതിന് നമ്മൾ ഒരിക്കലും പുറകോട്ടല്ല. അതുപോലെ തന്നെ കാട്ടിലെ ഒരു അക്രമത്തിനെ തടയാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കുങ്കിയാനകൾ. അല്ലാതെ കുങ്കിയാനകളുടെ പണി വേറെ ഒന്നുമില്ല. അത് കാട്ടിൽ റെയ്ഡിന് ഉള്ളിൽ കാട്ടിനുള്ളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ആനപ്പുറത്ത് പോകലാണ്. അപ്പൊ അത് അത്രയും വേണ്ടപ്പോ അത് ആനകളെ നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ്. അതിന് പകരം താക്കോലെടുക്കുക, അതൊക്കെ മനുഷ്യനെ ഏൽപ്പിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. യെസ് ഡോക്ടർ, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ സംസ്ഥാന സർക്കാർ പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഉള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ ദുരന്ത നിവാരണ നിയമം ഒന്ന് പരീക്ഷിച്ച് നോക്കാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി 1972 നിയമം ഭേദഗതി ചെയ്യണം, അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. ഈ തങ്കച്ച, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ നിയമം ഭേദഗതി ചെയ്ത് എന്താ ഉദ്ദേശിക്കുന്നത്? വഴിയെ പോകുന്ന ആളുകളെല്ലാം തോക്കെടുത്ത് ആനയെ വെടിവെക്കാനുള്ള അനുമതി കൊടുക്കണം എന്നാണ് പറയുന്നത്. നിയമം ഭേദഗതിയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ നിയമത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ലേ. ഇപ്പോൾ 11(1)(a) മുഖ്യമന്ത്രി അതിനെ വ്യാഖ്യാനിച്ചത് എന്താ? വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെടണം. എങ്ങനെയാണ് ബോധ്യപ്പെടേണ്ടത്? ഒരു ആന അല്ലെങ്കിൽ ഒരു വന്യജീവി അപകടകാരിയായതുകൊണ്ട് ഒന്നുകിൽ അതിനെ പിടിച്ചു മാറ്റാനുള്ള നടപടികൾ നോക്കണം, അതല്ല എങ്കിൽ മയക്കുമരുന്ന് വെച്ച് അതിനെ എന്താ പറഞ്ഞ
മറ്റു സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ, നിയമലംഘനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് തോന്നിക്കഴിയുമ്പോഴാണല്ലോ അദ്ദേഹം 144 പ്രഖ്യാപിക്കാനായിട്ട് ഉത്തരവ് കൊടുക്കുകയും, ഇല്ലെങ്കിൽ പോലീസ് അക്രമാസക്തമായ ഒരു ജനക്കൂട്ടത്തിന് നേരെ വെടിവെപ്പ് നടത്താനായിട്ട് RDOയോ അല്ലെങ്കിൽ തഹസിൽദാരോ ഉത്തരവ് കൊടുക്കുന്നത്. അവർക്ക് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ആർക്കാ ബോധ്യപ്പെടാത്തത്? ഞാൻ ചോദിക്കുന്നു, പടയപ്പ എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ വിശേഷിപ്പിക്കുന്ന മൂന്നാറിലെ ആന ഇതുവരെ ആളെ കൊന്നില്ല എന്നേ ഉള്ളൂ. ഓട്ടോറിക്ഷകൾ നിരവധി തകർത്തു, നിരവധി വീടുകൾ തകർത്തു, നിരവധി ആളുകളെ ആക്രമിച്ചു. ഭാഗ്യം കൊണ്ടാണ് പലരും രക്ഷപ്പെട്ടിട്ടുള്ളത്. ആ ആന അപകടകാരിയാണ് എന്ന് വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെടാനായിട്ട് ഇനി എന്ത് സംഭവം വേണം? അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വൈൽഡ് ലൈഫ് വാർഡന് ഈ ആനയെ ഒന്നുകിൽ ഇതിന്റെ അപകടത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ പിടിച്ചു മാറ്റാനുള്ള ഉത്തരവ് കൊടുക്കുക, മയക്കുവെടി വെച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ. ഇനി അത് സാധ്യമല്ല എങ്കിൽ ഇതിനെ വെടിവെച്ച് കൊല്ലാനായിട്ടുള്ള അനുമതി ആ നിയമത്തിൽ തന്നെ പറയുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ സിനോജും പറയുന്ന ഒരു കാര്യം എന്താണ്? സിനോജ് നിയമത്തിൽ വളരെ സ്പെസിഫിക് ആയി വൈൽഡ് ലൈഫ് ആക്ടിന്റെ സെക്ഷൻ 1972 നിയമത്തിലെ 11, ആ 11(1) അതിന്റെ ABC ആ ഒരു 3-4 കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഇതിനെ കുറിച്ച് പറയുന്നതാണ്. അത് നമ്മൾ എന്താ പറഞ്ഞ വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി അത് മാത്രമല്ല, ഞാനിവിടെ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, CRPC എന്ന് പറയുന്ന ഒന്നുണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. 144 ഇവിടെ ഗവൺമെന്റ് പ്രഖ്യാപിക്കുമല്ലോ. ആരോടെങ്കിലും ചോദിച്ചിട്ടാണ് 144 പ്രഖ്യാപിക്കുന്നത്? തങ്കച്ചൻ പീറ്ററെ 144-നോടൊപ്പമുള്ള ഈ പുസ്തകത്തിൽ 133 എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ 133-ല് വളരെ കൃത്യമായിട്ട് 133-ലെ F, സബ്സെക്ഷൻ F, ആ F-ന്റെ 6ാമത്തെ സെക്ഷൻ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നതാണ്. അങ്ങനെയുള്ള അപകടകാരികളായ മൃഗത്തെ മേൽപ്പറഞ്ഞ ഉത്തരവിൽ വ്യവസ്ഥ ചെയ്യുന്ന രീതിയിൽ നശിപ്പിക്കുകയോ. അപ്പോ CRPC-യിൽ 144 മാത്രമല്ല 133 F-ഉം ആ F-ൽ 6-ഉം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. എന്റെ ഒരു ഭരണകൂടത്തിന്, ഒരു ഗവൺമെന്റിന് ആ ഗവൺമെന്റിന്റെ അധികാരത്തെ വിനിയോഗിക്കാൻ കഴിയുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് വന്ന ഭൂപേന്ദ്ര യാദവ്, കേന്ദ്ര വനം വകുപ്പ് മന്ത്രി പറഞ്ഞതെന്താ? ഇത് സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ? എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നില്ല? എന്നിട്ട് പറയുന്നു പാർലമെന്റിൽ രാഹുൽ ഗാന്ധി മിണ്ടിയില്ല. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഒരു വനം വകുപ്പുണ്ടല്ലോ, ആ വനം വകുപ്പിന് ഒരു മന്ത്രിയുണ്ട്, 10,000-4,000-ഓളം വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരുടെ ഓഫീസുകൾ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞേ, വളരെ വനത്തിനകത്ത് വരെ, അല്ലെങ്കിൽ മാങ്കുളം വനത്തിനകത്ത് വരെ ഇവരുടെ ഓഫീസുകൾ ഉണ്ടല്ലോ. ഈ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നതും ഈ ഉദ്യോഗസ്ഥന്മാരുടെയും ഡ്യൂട്ടി എന്താ? ഇനി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചിട്ട് വേണോ? ഇല്ല കേരളത്തിൽ നിന്ന് പോയ 18 MP-മാർ പ്രസംഗിച്ചിട്ട് വേണോ? ഇവിടെ ഒരു നിയമം നിലനിൽക്കുന്നു. ആ നിയമത്തിൽ ഇതിന്റെ പരിഹാര മാർഗം പറയുമ്പോൾ നിങ്ങൾ ആ പരിഹാര മാർഗം എവിടെയെങ്കിലും ഒന്ന് പ്രയോഗിച്ചോ? നിങ്ങൾ പറ, നിങ്ങൾ ആ പരിഹാര മാർഗം എവിടെയെങ്കിലും ഒന്ന് പ്രയോഗിച്ചോ? നിങ്ങൾ ഒരിടത്തും പ്രയോഗിച്ചിട്ടില്ലോ. നിങ്ങൾ പറയുന്നത് പരിഹരിക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ പോലീസ് വെടിവെപ്പിൽ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്? ഒരുപാട് ദൂരെയൊന്നും പോകണ്ടല്ലോ. ഈ മൂന്നാറിനെ കുറിച്ച് CPM നിരന്തരമായിട്ട് വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ടല്ലോ, ആ പാപ്പമ്മാളിനെ വെടിവെച്ചു കൊന്ന, CPM അല്ല, CPM-ന്റെ എതിരാളികൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം. മൂന്നാറിൽ നടന്ന തൊഴിലാളി സമരത്തിന് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് പാപ്പമ്മാള് കൊല്ലപ്പെട്ടത്. ചന്ദനത്തോപ്പ് വെടിവെപ്പ്, നമ്മള് MP രാഘവനെ തടഞ്ഞ കേസിൽ DYFI-ക്കാരെ പോലീസ് വെടിവെച്ചത്, ആ മനുഷ്യനെ വെടിവെച്ചു കൊന്നു. ആരാ വെടിവെച്ചു കൊന്നത്? പോലീസ് ഉദ്യോഗസ്ഥന്മാർ. എങ്ങനെയാ വെടിവെച്ചത്? ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളുകളെ വെടിവെച്ചു കൊന്നിട്ടുള്ളത്. ഞാൻ പറയുന്നു, ഈ വൈൽഡ് ലൈഫ് ആക്ടിന്റെ സെക്ഷൻ 11(1)A പ്രകാരം എവിടെയെങ്കിലും അപകടകാരിയായ ഒരു ആനയോ മൃഗത്തെയോ വെടിവെക്കാനുള്ള ഒരു ഉത്തരവ് നാളിതുവരെ വൈൽഡ് ലൈഫ് വാർഡൻ കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല? മുഖ്യമന്ത്രി ഇതാണ് പ്രസംഗിക്കുന്നത്, വനം വകുപ്പ് മന്ത്രി ഇതാണ് പ്രസംഗിക്കുന്നത്. ഇതൊക്കെ CV വർഗീസും എന്താ പറഞ്ഞ ജോയ്സ് ജോർജും പ്രസംഗിച്ച് നടക്കുന്ന അതല്ല യഥാർത്ഥം ഈ നാട്ടിലെ ജനങ്ങളെ ഗവൺമെന്റ് ബോധ്യപ്പെടുത്തണം. ഈ കേന്ദ്രമന്ത്രിയുമായി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഒക്കെ നിൽക്കുമ്പോഴും ആ കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇത് സംസ്ഥാനത്തിന്റെ അധികാരം. വനം കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ സാങ്കേതികമായിട്ട് പറയുന്ന, ഇവിടെ ഈ കാര്യം ചെയ്യാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥരാരാണ്? ഫോറസ്റ്റുകാരാ. എന്തിനാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് റൈഫിൾ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഗണ്ണ് കൊടുത്തിരിക്കുന്നത്? അത് എപ്പോഴെങ്കിലും പ്രയോഗിക്കാൻ വേണ്ടിയല്ലേ? അത് നാട്ടുകാർക്ക് വെടിവെക്കാനോ ആണോ? അല്ല. അപ്പോ നിയമമുള്ളത് പ്രയോഗിക്കില്ല എന്നിട്ട് പറയാണ് ഈ നിയമം തിരുത്തണം. നിയമം തിരുത്തി കഴിഞ്ഞാൽ എനിക്കും തങ്കച്ചൻ പീറ്ററിനും ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള പെർമിഷൻ ഇവിടെ കിട്ടുമോ? അതല്ല എങ്കിൽ ഇരിക്കുന്ന ജെയിംസ് വടക്കന് പെർമിഷൻ കിട്ടുമോ? ഇനി അതല്ല ഗിരിദാസിന് പെർമിഷൻ കിട്ടുമോ? അങ്ങനെയൊന്നും പെർമിഷൻ കിട്ടത്തില്ല. അങ്ങനെയൊന്നും ഒരാൾക്കും വന്യജീവിയെ നേരിടാനും പറ്റത്തില്ല. അത് വ്യവസ്ഥാപിതമായ മാർഗം. ഇതൊക്കെ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ളത് ഒരുപാട് ചർച്ചകളുടെയും പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതിനെ കള്ളി ചെയ്യാനും ഇല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുവാനുമുള്ള അധികാരങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. ഇല്ല എങ്കിൽ CRPC-യിൽ അതിനുള്ള നിയമമുണ്ട്. നിയമം നമ്മൾ പ്രയോഗിക്കുന്നില്ല. എന്നിട്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചോ? ഇല്ലെങ്കിൽ ഇതൊക്കെയല്ലേ ചോദിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം,
ദീർഘകാല അടിസ്ഥാനത്തിൽ ഇപ്പൊ കേരളത്തിൽ 8 കൊല്ലമായി ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുക. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങുന്നതല്ല. നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിന്റെ ഒരു പരിഹാര മാർഗം, അതാണ് ഈ ചർച്ചയിൽ നമ്മൾ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പരിഹാരം ഉണ്ടാകുന്നല്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ വനം വകുപ്പ് പറയുന്നത് ഞങ്ങൾക്ക് 1500 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ പ്രിക്കോഷണറി മെഷേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ പറയുന്നു റെയിൽ ഫെൻസിങ് വേണം, അവർ പറയുന്നു ഇലക്ട്രിക് ഫെൻസിങ് വേണം, മതിലുകൾ കെട്ടേണ്ടതായിട്ടുണ്ട്, ട്രഞ്ച് കുഴിക്കേണ്ടതായിട്ടുണ്ട്, കിടങ്ങുകൾ താട്ടേണ്ടതായിട്ടുണ്ട്, വനത്തിനകത്ത് എന്താ പറഞ്ഞ വേനൽക്കാലത്തേക്ക് വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടി ദീർഘകാല അടിസ്ഥാനത്തിൽ എന്താ പറഞ്ഞ ടാങ്കുകളല്ല കുഴികൾ തീർത്ത് അതിനെ കോൺക്രീറ്റ് ചെയ്ത് ഫലപ്രദമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്നതല്ല. ഇത് ദീർഘകാലമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഗവൺമെന്റ് ഭാഗത്തുണ്ടോ? ഈ വർഷത്തെ ബജറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 48 കോടി രൂപ മാത്രമാണ് ഈ വന്യജീവികളെ നേരിടുന്നതിന് വേണ്ടി ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നു, ചിന്നക്കനാലിലെ ഒരു പഞ്ചായത്തിൽ പോലും 48 കോടി രൂപ പര്യാപ്തമല്ല. 30 ലക്ഷം ആളുകൾ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ്. അപ്പൊ റെയിൽ ഫെൻസിങ് വേണ്ടവിടത്ത് റെയിൽ ഫെൻസിങ് വേണം, ഇലക്ട്രിക് ഫെൻസിങ് വേണ്ടവിടത്ത് ഇലക്ട്രിക് ഫെൻസിങ് വേണം, ട്രഞ്ച് കുഴിക്കേണ്ടടുത്ത് ട്രഞ്ച് കുഴിക്കണം, വേലി കെട്ടേണ്ടടുത്ത് വേലി കെട്ടണം, മതിൽ കെട്ടേണ്ടടുത്ത് മതിൽ കെട്ടണം, വനത്തിന്റെ അകത്ത് വെള്ളമില്ലാത്തടത്ത് അവിടെ വെള്ളം കിട്ടുന്നതിന് വേണ്ടിയുള്ള ടാങ്കുകളോ കുഴികളോ കിടങ്ങുകളോ നിർമ്മിച്ച് അവിടെ വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഞാൻ ഒരു കാര്യം തങ്കച്ചപ്പേട്ട ഒരു സജഷൻ ആയിട്ട് പറയുന്നു. ഇനി ഈറ്റവെട്ട്, ഈ നേരിമംഗലം വനത്തിൽ നിന്ന് ഈറ്റവെട്ട് അത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ആനയുടെ ഏറ്റവും വലിയ തീറ്റ എന്ന് പറയുന്നത് ഈ മുളയാണ്, ഈറ്റയാണ്. അത് മുഴുവൻ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും വെട്ടിക്കൊണ്ടു പോകുന്നത്. രണ്ടാമത് ഇതിനെ ഉണ്ടായി വരുന്നില്ല. അപ്പൊ തീറ്റ ഇല്ലാതെ വരുമ്പോഴത്തേക്കും അവൻ പുറത്തു പോകുന്നു. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, മറയൂരിൽ പുതിയ വനം 150 ഏക്കർ പുൽമേട് സൃഷ്ടിച്ചതുപോലെ ഈ യൂക്കാലി, വാറ്റല്, ഈ സാധനങ്ങൾ ചിന്നക്കനാലിൽ അത് പ്രത്യേകിച്ചും അത് മുഴുവൻ വെട്ടി നശിപ്പിച്ച് പിഴുതു മാറ്റിയിട്ട് അവിടെ പുൽച്ചെടികളോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വളരുന്ന ബോധ ഉൾപ്പെടെയുള്ള ആനയ്ക്ക് തീറ്റയുള്ള ഈ പുല്ലുകൾ വളരാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. അത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല നിയമത്തെ. പക്ഷേ ആളുകളെ തടയാനാകരുത്, വന്യജീവികളെ തടയാനാകണം. ആളുകളുടെ രാത്രി യാത്ര നിരോധിച്ചുകൊണ്ടല്ലല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ ഫോറസ്റ്റ്, ഇപ്പൊ ഞാൻ പറയുന്നു, ചിന്നക്കനാലിൽ മാത്രം ഒരു ഫോറസ്റ്റ് എന്താ പറയുക ഫോറസ്റ്റിന്റെ കീഴിലുള്ള ഒരു ഫോറസ്റ്റ് സബ്സ്റ്റേഷൻ ഉണ്ട്. അവിടെ അത് മാത്രം പോരാ, ശാന്തമ്പാറ പഞ്ചായത്തിൽ വേണം, ദേവികുളം ആ പ്രദേശങ്ങളിലൊക്കെ ഓരോ പഞ്ചായത്തിലും റാപ്പിഡ് ആക്ഷന്റെ ടീമുകൾ വേണം. ഇവരെന്തിനാ തിരുവനന്തപുരത്ത് താമസിക്കുന്നത്? ഇവരെന്തിനാ കോട്ടയം ഫോറസ്റ്റ് ഡിവിഷന്റെ ഓഫീസ് കോട്ടയത്ത് വെച്ചിരിക്കുന്നത്? ഈ ഓഫീസുകളൊക്കെ വനത്തിനോട് ചേർന്ന് വേണം. ഇവിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുകൾ അവർ കൃത്യമായി പ്രവർത്തിക്കണം. വന്യമൃഗം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ തുരത്തുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഇവരുടെ കൈകളിൽ ഉണ്ടാകണം. ആളുകൾ ഫോൺ വിളിച്ചാൽ അലർട്ടായിട്ട് അവിടെ എത്താനുള്ള നടപടികൾ ഉണ്ടാകണം. ഇപ്പോ ആവോലിച്ചാലിൽ കഴിഞ്ഞ ദിവസം ഇന്ദിരാ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരെ കാട്ടാന കൊന്നു. ആ വില്ലേജിനെ കവർ ചെയ്തുകൊണ്ടും ഈ ആവോലിച്ചാലിലേക്ക് നേരിമംഗലത്ത് നിന്ന് പോകുന്ന റോഡിന്റെ 2 സൈഡുകളിലേക്കും ആന കയറാതെ അല്ലെ ആന റോഡിലേക്ക് ഇറങ്ങാതെ അവിടെ റെയിൽ ഫെൻസിങ് കെട്ടണം. സേനാപതി വേണം. ഞാൻ തിരിച്ചു വരാം. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. സിനോജ് വെള്ളാടി കേൾക്കാമോ? കേൾക്കാം. സിനോദേ, ഈ ഇവിടെ ഒരു വലിയൊരു പ്രശ്നം, നമ്മൾ ഈ വന്യമൃഗ ആക്രമണം കൂടിയ പ്രദേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ, നമുക്കിപ്പോൾ ചിന്നക്കനാലിൽ വെച്ച് നോക്കുമ്പോൾ ചിന്നക്കനാൽ ആ പ്രദേശത്ത് തന്നെ സ്വാഭാവിക വനങ്ങളുടെ നാശം വലിയ തോതിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വയനാടും അതുപോലെ തന്നെ വലിയ തോതിൽ, വയനാട്ടിൽ 9379 ഹെക്ടർ സ്ഥലത്താണ് സ്വാഭാവിക വനം നശിപ്പിച്ച് യൂക്കാലി വെച്ചിട്ടുള്ളത്. നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ പാമ്പാടും ചോല, തട്ടേക്കാട്, അങ്ങനെ തുടങ്ങുന്ന എല്ലാ വന്യജീവി സങ്കേതങ്ങളിലും ആനമുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം കൂടി 28,641 ഹെക്ടർ വനമാണ്, സ്വാഭാവിക വനമാണ് വെട്ടി നശിപ്പിച്ച് യൂക്കാലിയും വാറ്റിൽ പോലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. ആ പ്രദേശങ്ങളിൽ ഏതൊക്കെ പ്രദേശത്ത് വനം കൂടുതൽ നശിച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം വന്യമൃഗങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇതിനൊരു തടയിടാനുള്ള മാർഗം വേണം. ഇപ്പോൾ യൂക്കാലി മരങ്ങൾ പിഴുതു മാറ്റിയതിന് ശേഷം അവിടെ കർഷകർക്ക് കരമടയ്ക്കാനുള്ള ഇതുപോലും കൊടുക്കുന്നത് യൂക്കാലി മരങ്ങൾ വെട്ടിമാറണമെന്നായിരുന്നു വട്ടവടയിൽ. പക്ഷേ വനം വകുപ്പിൻ്റെ യൂക്കാലി മരങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. വനം വകുപ്പ് ഇത് എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല? അവിടെ ആനകൾക്കും മറ്റ് വന്യജീവികൾക്കും സ്വാഭാവിക വനത്തിൽ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നില്ല. ആ കാര്യങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് സേനാപതി മറ്റേ ജെയിംസ് ഫോളക്കൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞതിനൊരു മറുപടി പറയണമല്ലോ. ഈ അഡ്വക്കേറ്റ് സേനാപതി വളരെ ലാഘവത്തോടു കൂടി ഒരു നിയമത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചത് നന്നായി. ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ നിയമങ്ങളും
ഇവിടുത്തെ മലയോര മേഖലയിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള കരിനിയമങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു രക്ഷകർത്താവ് എന്ന് പറയുന്നത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസും അതുപോലെ സംസ്ഥാനം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലങ്ങളിലൊക്കെയാണ്. അതൊന്നും ഇവിടെ നിന്നും ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതിനുശേഷം നമുക്ക് ഒട്ടേറെ സമയങ്ങൾ ഇതൊക്കെ മാറ്റുന്നതിനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളൊക്കെ ഓരോ നിയമങ്ങളും അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ ഒരു നിയമത്തിനും ഒരു മാറ്റം വരുത്തുന്നതിനോ അത് ജനങ്ങൾക്കോ അല്ലെ കൃഷിക്കാർക്കോ അനുകൂലമാകുന്ന രീതിയിലാക്കുന്നതിനോ കോൺഗ്രസ് ഗവൺമെന്റുകൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അതിന് ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞാൽ ഈ 2022 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി 2018 2022 അങ്ങനെയൊക്കെ ഭേദഗതി ബില്ലുകൾ അവിടെ വരികയും അതിന്മേലുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. ആ ചർച്ചകളിലൊന്നും ഇവിടുത്തെ ജനപ്രതിനിധികളായി പാർലമെന്റിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരു വാക്ക് പോലും മിണ്ടാൻ സമയം കളയാതെ ആ ചർച്ചയിൽ പോലും പങ്കെടുക്കാതെ പോയിട്ടുള്ള ജനപ്രതിനിധികളാണ് നമ്മുടെ ഈ നിയോജക മണ്ഡലം തൊട്ടുള്ള മണ്ഡലത്തിലുള്ള UDFന്റെ ഒക്കെ MP ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ നല്ല ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഈ പാർലമെന്റിൽ ആ ചർച്ച വരുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ, കാസർഗോഡിന്റെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ നിയമം ഭേദഗതി ചെയ്യുന്നതിൻ്റെ ആവശ്യത്തെ പറ്റിയൊക്കെ വാചാലനാകുന്നു, കൃഷിക്കാർക്കും ജനങ്ങൾക്കും അനുകൂലമാകുന്ന രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം ഇറങ്ങി വന്ന പാർലമെന്റിലെ ചർച്ച കഴിഞ്ഞാൽ പിന്നെ അത് ജോയിന്റ് പാർലമെന്ററി സമിതിക്കാണ് അത് വിടുന്നത്. അതാരാ? ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കാനായിട്ടും അല്ലെങ്കിൽ ഇനിയും കരിനിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധൃതി പിടിക്കുന്ന ഒരു പരിസ്ഥിതിയുടെ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ MPയും MLA മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള പരിസ്ഥിതി മന്ത്രിയായിട്ടുള്ള ജയറാം രമേശ് അധ്യക്ഷനായിട്ടുള്ള ആ ജോയിന്റ് പാർലമെന്ററി സമിതിയിൽ രേഖാമൂലം കൊടുക്കുകയല്ലേ ഇവിടുത്തെ ഈ ക്ഷുദ്രജീവിയായിട്ട് പറയുന്ന കാട്ടുപന്നി അടക്കമുള്ളതിനെയൊക്കെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ പാടില്ല, അതൊക്കെ അന്യം നിന്ന് പോകുന്ന ജീവികളാണ്, അതുകൊണ്ട് അതിനെ ആ ഒരു സെക്ഷൻ 5 ഗണത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഷെഡ്യൂൾ 5ലേക്ക് പോകാൻ പാടില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ? അതൊക്കെ രേഖാമൂലം പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒക്കെ ഒരു സമീപനം എന്നുള്ളത്. ഇവിടെ കോതമംഗലത്ത് മറ്റേ ഇവിടെ കാഞ്ഞിരവേലിയിൽ ഇന്ദിരാമ എന്ന് പറയുന്ന ആ സ്ത്രീയെ ആന കൊലപ്പെടുത്തിയപ്പോൾ നമുക്കെല്ലാവർക്കും വേദന ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഒരു കൃഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കുടിയേറ്റ കാലത്തോട് ജീവിച്ച് കൃഷിയും ചെയ്ത് അതിജീവനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ആന ആക്രമിക്കുക, കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നു. അതൊന്നും ഒരു ഗവൺമെന്റും കൊണ്ടുപോയി ആനയെ അവിടെ നിർത്തി കൊല്ലിക്കുന്നതല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗവൺമെന്റ് ഇടപെട്ടാണ് ആന ഇറങ്ങി വന്ന് കൊല്ലുന്നത്. അപ്പൊ ആ ഒരു ദാരുണമായ ഒരു സംഭവത്തെ വരെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് നമ്മുടെ നിയമ സംവിധാനത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട്, അതാണ് കോൺഗ്രസ് ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യത്തിൽ പോലും കോൺഗ്രസിന്റെ ആ ഒരു ദുഷ്ടമനസ്സും ആ വൈകൃതമായ ഒരു മനസ്സും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. നിയമം അറിയത്തില്ലാത്ത ആളുകളല്ല. നമുക്കറിയാം ഇവിടുത്തെ അഡ്വക്കേറ്റ് നമ്മുടെ MLA മാത്യു കുഴൽനാടൻ എല്ലാ നിയമങ്ങളും പഠിച്ചിട്ടുള്ള ആളായിരുന്നു. എല്ലാ കാര്യങ്ങളിലും വളരെ വിശാലമായി ചിന്തിക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ IPCയും CRPCയും ഒക്കെ പഠിക്കാത്തത് കൊണ്ടാണോ? എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും ഒരു കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഒരാളുടെ ഒരു മൃതശരീരം ഒരു ദാരുണമായി ഒരു അന്ത്യം സംഭവിച്ച ഒരാൾ, അതൊരു ആനയെ കൊന്നതാണെങ്കിലും അത് ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ട നിയമ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ചെയ്തതിനു ശേഷം ഇൻക്വസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബോഡി പിന്നെ അത് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്ന സമയം വരെയും അത് ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ കീഴിൽ, പോലീസിന്റെ കീഴിൽ വരേണ്ട കാര്യമാണ്. അതിനുശേഷം ആ ഒരു ബോഡിയിൽ മറ്റെന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചാലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്തം പറയണം. ആ ഒരു കാര്യങ്ങൾ അറിയത്തില്ലാഞ്ഞിട്ടാണോ അത്തരത്തിലേറെ ഒരു നാടകം അവിടെ ആ കോതമംഗലത്തെ ആശുപത്രിയിൽ നടത്തിയത്? അതാ നിയമം അറിയത്തില്ലാത്ത ആളാണോ മാത്യു കുഴൽനാടൻ? അവിടുത്തെ DCC പ്രസിഡന്റ് അടക്കം ഇവിടുത്തെ ഇടുക്കി MP അടക്കം അവര് ആ മോർച്ചറിയിൽ കയറി ആ ബോഡി വലിച്ചടച്ചുകൊണ്ട് അമ്മയോ ആണ് എങ്കിൽ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് സേനാപതിയുടെ അമ്മയോ അപ്പനോ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ അതിന് സമ്മതിച്ചു കൊടുക്കുമായിരുന്നോ? അങ്ങനെ ആ ഒരു മൃതശരീരം ആ പൊതുവഴിയിൽ കൂടി വലിച്ചുകൊണ്ട് പോകുന്നതിനുള്ള, എന്നിട്ട് അത് പോലീസിനെ തലയിലേക്ക് ചെയ്യുക. പോലീസാണ് വലിച്ചടച്ചത്. പോലീസ് അവരുടെ കൈവശം ഇരിക്കുന്ന ആ ഒരു അവരുടെ ഉത്തരവാദിത്തത്തിലിരിക്കേണ്ട ആ ഒരു ബോഡി അത് തിരിച്ച് ആ പറയുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവരിക, അതിന് മറ്റൊരു കേടുപാടുകളും ഉണ്ടാകാതെ വരിക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഇതൊക്കെയാണ്
ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ ജനം തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് ചർച്ചയിലൂടെയൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നും ഏത് ഗവൺമെന്റ് ആണോ ഭരിക്കുന്നത് ആ ഗവൺമെന്റ് ഒക്കെ ആയിട്ട് ആലോചിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കിട്ടിയ അവസരം നല്ല രീതിയിൽ മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ 10 വോട്ടുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ആ ഒരു വൈകൃത മനസ്സിനെയൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് അത്തരം നാടകങ്ങളിൽ ഇതും കൂടെ പറയട്ടെ. ഞാൻ ആ ഡിസാസ്റ്ററെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനത്ത് ഒരു വിപ്ലവകരമായ തീരുമാനം എടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലേക്ക് ഇത്തരത്തിൽ ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ കൊണ്ടുവരിക എന്നുള്ളത്. അത് പല ഗുണങ്ങൾ ആ കാര്യത്തിലുണ്ട്. ഇതിപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉത്തരവിടേണ്ടതെങ്കിൽ നമുക്ക് ചർച്ചയിലൂടെ വരിക ചീഫ് സെക്രട്ടറി അടക്കം ജനപ്രതിനിധികളടക്കമുള്ള 4 സമിതികളൊക്കെ വരിക, ഇതൊക്കെ ചർച്ച നടത്തും. അപ്പൊ ആർക്കാണ് ഇത്തരത്തിൽ അപകടകാരികളായിട്ടുള്ള ഈ വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് ഉത്തരവ് കൊടുക്കാനായിട്ട് ഏത് രീതിയിൽ പറ്റും? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഏത് ദുരന്ത സാഹചര്യത്തിലും ഇവിടുത്തെ കേന്ദ്ര നിയമങ്ങളെ അപ്രസക്തമായിക്കൊണ്ട്, അല്ലെങ്കിൽ ആ നിയമത്തെ ഒന്നും പരിഗണനയ്ക്കെടുക്കാതെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മാത്രം ചോദ്യം ചെയ്യപ്പെടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് അല്ലെങ്കിൽ ആ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ നിയമം ഇത് 72-ലെ ആണെങ്കിലും അല്ലെങ്കിൽ 80-ലെ ആണെങ്കിലും അല്ലെങ്കിൽ 60-ലെ ആണെങ്കിലും ആ നിയമം ഒന്നും ബാധകമല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തിക്കണമെന്നൊക്കെ ഉള്ളത് നമുക്കറിയാവുന്ന. ഇവിടെ ദുരന്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ നിയമങ്ങളൊന്നും നോക്കാതെ തന്നെ ആ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പല ഗുണങ്ങളും നമുക്കുണ്ട്, പല ഗുണങ്ങൾ. ഇനിയിപ്പോൾ അതിന്റെ കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ അതിന്റെ ഇഴകീറി പരിശോധിക്കാനായിട്ട് ഇനി നിൽക്കുക. നമ്മുടെ ഭൂഭേദഗതി നിയമത്തെ സംബന്ധിച്ച് എന്തായിരിക്കും ഇനിയെന്ന് മുൻകൂട്ടി അങ്ങ് ചിന്തിച്ചിട്ട് അത് വേണ്ടെന്ന് പറയുന്ന രീതിയിലേക്ക് വരരുത്. ഈ കാര്യമെങ്കിലും ഇവിടുത്തെ പ്രതിപക്ഷത്തോട് വളരെ ദയവായി പറയുകയാണ്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിന് നല്ലത് ഏത് എന്നുള്ളത് ഒന്നും പരിഗണിച്ചുകൊണ്ട് ഇത് നടക്കുമോ, ഇത് നടന്നാൽ എങ്ങനെയുണ്ട് എന്നൊന്ന് കൂട്ടായ ഒരു ആലോചന മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ്. അല്ല, ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറയാം. ഈ മഹാരാഷ്ട്രയിലെ ഈ അവനി എന്ന് പറയുന്ന ആ കടുവയെ വെടിവെച്ച് കൊന്ന ഉദ്യോഗസ്ഥന് ഉണ്ടായ ഒരു അവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥർ, ഞാൻ ഉദ്യോഗസ്ഥരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ വെള്ളപൂശാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യം നോക്കും, അവന്റെ കുടുംബത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അവരും നോക്കും. നമ്മൾ ഇരുന്ന് ചാനൽ ചർച്ചയിൽ ഇരുന്ന് അത് അങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാലൊന്നും ചെയ്യുന്ന രീതിയിലൊന്നും കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ ഉണ്ടായാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി, അവരുടെ ജീവിതത്തെയും മുഴുവൻ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരതൊക്കെ അതിന്റെ രീതിയിലൊക്കെ ആ പറയുന്ന നിയമത്തെയൊക്കെ പരിശോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട്. ആക്രമിച്ച ഒരു ആനയെ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ നമ്മുടെ മനസ്സിലെ ആഗ്രഹമുണ്ട്. ഇത് ഈ 8 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ മാത്രമൊന്നും അല്ല ഇത്തരത്തിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുക. അത് ഈ കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ചില രാജ്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ നമ്മൾ രാജ്യത്തെ ആയിട്ട് കാണണം, അല്ലാണ്ട് ഒരു സംസ്ഥാനത്തെ ആയിട്ടല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണേണ്ടത്. രാജ്യത്തൊരു നിയമം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന നിയമത്തെ ഒന്ന് പുനഃപരിശോധിക്കുന്നതിനും ഒന്ന് അമെൻമെന്റ് ചെയ്യുന്നതിനും ഒക്കെ ഇവിടുത്തെ ജനപ്രതിനിധികൾ വേണ്ട ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോകാത്തത് എന്താ എന്ന് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചതുപോലെ ഏറ്റവും കൂടുതൽ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ സംസാരിക്കാനായിട്ട് സമയം കൊടുക്കുന്നത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി, പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന വയനാട്ടിൽ നിന്നുള്ള MP ആണ്. ഇതിൽ കൂടുതൽ ഒരു ഭാഗ്യം ഈ കേരളത്തിലെ ജനത്തിന് വേണോ? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പാർലമെന്റിൽ ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ? പാർലമെന്റിൽ എത്ര കാര്യങ്ങളെ പറ്റി വരുന്നു, ഈ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളിലെ പുനഃപരിശോധനയും അല്ലെങ്കിൽ ഭേദഗതിയും ഒക്കെയാണ്. അത് ഒരു സംസ്ഥാന സർക്കാരിനെ മാത്രം, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു സംസ്ഥാന സർക്കാരിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. കൂട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതോടൊപ്പം യോജിച്ച് നിന്ന് പോവുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. യെസ് ജെയിംസ് വടക്കൻ, ഈ സംസ്ഥാന സർക്കാരിന് വേറൊരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് ഇത്തരം ദുരന്ത നിവാരണ നിയമത്തിന് കീഴിലേക്ക് സംസ്ഥാനത്തെ വന്യമൃഗ ആക്രമണങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് മാത്രമാണോ പരിഹാരം? അതായത് മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് ദുരന്ത നിവാരണ നിയമത്തിന് കീഴിൽ വന്യമൃഗ ആക്രമണങ്ങളെ പെടുത്തിക്കൊണ്ട് കേരളത്തെ രക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള നിയമത്തിൽ
ഈ വന്യജീവി ആക്രമണങ്ങളെ നേരിടാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയുമല്ലോ, തീർച്ചയായിട്ടും കഴിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞല്ലേ, ലൈവ് അനിമൽ ആണെങ്കിൽ അത് ഗവൺമെന്റിന്റെ മാത്രം സ്വത്താണ്. അതിൽ എന്ത് തീരുമാനം എടുക്കാനും ഗവൺമെന്റിന് സാധിക്കുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് പിടിച്ചിട്ട് വേണമെങ്കിൽ കാഴ്ചബംഗ്ലാവിലോ സൂലോ റെസ്ക്യൂ സെന്ററിലോ മാറ്റി പാർപ്പിക്കാൻ പോലും അതിൽ നിയമം പറയുന്നുണ്ട്. അത് എന്തുകൊണ്ട് അത് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോ അത് അമെൻമെന്റ് ചെയ്തിട്ടുള്ളതാണ്, ഈ അടുത്ത കാലത്ത് അമെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? യെസ് യെസ് സിനോജെ, എന്തുകൊണ്ട് ചെയ്തുകൂടാം എന്നാണ് പറയുന്നത്. അമെൻഡ് ചെയ്തിട്ടുള്ള നിയമം നിലവിലുണ്ട്, അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് ഡോക്ടർ ഗിരിദാസ് ചോദിക്കുന്നത്. അങ്ങനെ ചെയ്തതിട്ടല്ലേ ഈ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് 7 തടവ് ശിക്ഷ കിട്ടിയത്. അതിന്റെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ സുപ്രീം കോടതി, ഹൈക്കോടതി, അവിടുത്തെ കോടതിക്ക് ഈ കാര്യത്തിൽ ധാരണയില്ലാഞ്ഞിട്ടാണോ ശിക്ഷ കൊടുത്തത്? പല മാർഗങ്ങൾ സ്വീകരിക്കാം എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ആ കാര്യത്തിൽ ഇനി എന്ത് തർക്കം പറഞ്ഞാലും ആ മാർഗങ്ങൾ സ്വീകരിച്ചതിന് ശേഷം, കടലാസിലൊന്നുമല്ല, പല മാർഗങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ മാർഗങ്ങൾ സ്വീകരിച്ചതിന് നമ്മളിപ്പോൾ ഈ പറയുന്ന അരിക്കൊമ്പനടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വിജയകരമായി നമ്മൾ നടപ്പാക്കി. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അരിക്കൊമ്പനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോയി തിരുവനന്തപുരം ഭാഗത്തെ വനത്തിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അരിക്കൊമ്പനുമായിട്ട് അതിന്റെ അക്രമങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതിനെ അങ്ങനെ മാറ്റി അതിനെ കൊല്ലണ്ട വന്നില്ല. ഞാനിപ്പം അതിനെ കൊല്ലണമെന്നോ കൊല്ലണ്ട എന്നോ വാദിക്കുന്ന ആളൊന്നുമല്ല. മനുഷ്യന് ജീവഹാനി ഉണ്ടാക്കുന്ന ഏതൊരു മൃഗത്തെയാണെങ്കിലും അതിനെ ഇല്ലായ്മ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല നിലപാടും നല്ല നടപടി എന്ന് തന്നെ ആഗ്രഹിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ ഒരു നിയമ സംവിധാനത്തിൽ ഇത് ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥർ അറയ്ക്കുന്നതിന്റെ കാരണം അവർ ഈ നിയമക്കുരുക്കുകളിൽ അവർ പെടുമെന്നുള്ളതും അത് അവരുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മൾ പറയുന്നത് പോലെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനാണ് നമ്മളെപ്പോഴും ഇതിനൊരു ശാശ്വത പരിഹാരം ഇത് ഈ 72 വന്യജീവി സംരക്ഷണ നിയമം അമെൻമെന്റ് ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ഈ 72 ഈ നിയമം ഉണ്ടാക്കുമ്പോൾ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആ നിയമം ഉണ്ടാക്കുമ്പോൾ വന്യജീവികള് നല്ല രീതിയിൽ മനുഷ്യനിൽ നിന്ന് അക്രമം നേരിട്ടിരുന്നു. അവരെ കൈകാര്യം ചെയ്തോ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് അത് വംശനാശം വന്നു പോകും എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഈ 72 ഇത്തരത്തിലേറെ കടുപ്പമേറിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വന്യജീവികൾ കടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. കാരണം കാട്ടിൽ അതിന് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. അതിനൊക്കെ നമുക്കൊരു പരിഹാര മാർഗമുണ്ട്, ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാട്ടില് വനത്തില് വന്യജീവികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അതിന് തീറ്റ ഉണ്ടായിട്ടില്ല, വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ കൃഷിക്കാരന് ദണ്ഡിച്ചിട്ടുണ്ടായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളായിരിക്കും ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടം. അത് ഈ മനുഷ്യന്റെ ഈ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു വന്നിട്ട് ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഒരു മാനസിക സ്ഥിതി ചിലപ്പോൾ മനുഷ്യനുമായി ഫൈറ്റ് ചെയ്താൽ മാത്രമേ അവിടുത്തെ ആ ഭക്ഷണ സാധനങ്ങൾ അതിന് കഴിക്കാൻ പറ്റൂ എന്നുള്ളതൊക്കെ ധാരണയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ വന്ന് മനുഷ്യനെ കൺമുമ്പിൽ കാണുമ്പോൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നത്. അതിന് കേരളത്തിൽ മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലും വനമുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുണ്ടായി ആളുകൾ മരണപ്പെടുന്നുണ്ട്. അവിടെയൊന്നും ആ മരണപ്പെടുന്ന ഉടൻ തന്നെ ആ പറയുന്ന ആനയാണെങ്കിലും പുലിയാണെങ്കിലും കടുവയാണെങ്കിലും അവരെയൊക്കെ ഷൂട്ട് ആൻഡ് സൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല. നമ്മളത് ഞാൻ ചെയ്യേണ്ടെന്നല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, എനിക്ക് ഏറ്റവും താല്പര്യം അതിനെ ഷൂട്ട് ആൻഡ് സൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നിയമത്തിന്റെ ഈ ഒരു അവസ്ഥയിൽ അത് ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗസ്ഥനും അതിനുവേണ്ടി ശ്രമിക്കില്ല എന്നുള്ള കാര്യത്തിലൊന്നും തർക്കം വേണ്ട. നമുക്ക് എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് വഴിയാണോ സ്വീകരിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടല്ല, ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ അത് ഉപകരിക്കപ്പെടും എന്നുള്ളതാണ്. കാരണം നമുക്കിവിടെ മലയിടിച്ചില് അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഇടപെടൽ കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് മനുഷ്യന് ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇടപെടലുകൊണ്ട് വയനാട്ടിൽ 8 മണിക്ക് ശേഷം ലൈറ്റ് തെളിക്കാൻ പാടില്ല, മറ്റിടത്ത് വാഹനങ്ങൾ പാസ് ചെയ്യാൻ പാടില്ല. അതൊന്നും ഒരു ഉത്തരവല്ല. ഞാൻ പറയട്ടെ, ചില സ്ഥലങ്ങളിൽ ചില ഉദ്യോഗസ്ഥന്മാർ അന്നേരത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു ഇത് കൊടുത്താൽ അതൊരു നിരോധന ഉത്തരവായിട്ടൊന്നും നിങ്ങൾ പറയരുത്. അതൊരു ഗവൺമെന്റ് തീരുമാനിച്ച് നടപ്പാക്കുന്ന, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അന്നേരത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അത് ഉത്തരവായിട്ടൊന്നും ഗവൺമെന്റിന്റെ മെഷീനറി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലോ.
അതെ, അവർ ഉത്തരവായിട്ടൊന്ന് പുറത്തേക്ക് വന്ന് വയനാട്ടിലെ 8 മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങരുതെന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. മൂന്നാറിലെ 8 മണിക്ക് ശേഷം ഇനി വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം 12 മണിക്ക് വണ്ടി ഓടിച്ചിട്ട് വന്നതാണ്. ഈ മരണത്തിന് ശേഷം അവിടെ ഒന്നും ആരും ഒരു തടച്ചിലും ഉണ്ടായിട്ടില്ല. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരമാവധി ഇവിടെ ഇടുക്കി ജില്ലാ കളക്ടർ മഴ കൂടുതലായിട്ട് പെയ്യുമ്പോൾ ഈ മലയോര മേഖലകളിലേക്ക് ആളുകൾ കടന്നു വരുന്നത് രാത്രി വരാതിരിക്കണം എന്ന രീതിയിൽ പറയാറുണ്ട്. ആ മഴ മാറുമ്പോൾ അത് ഒരു ഇതൊക്കെ ഇതിനകത്ത് കാര്യമുള്ളൂ. കേൾക്കുന്നുണ്ട്. അല്ല, ഞാന് ഇവിടെ ബഹുമാന്യായ എൻ്റെ സ്നേഹിതൻ ശ്രീ സിനോജ് പറയുന്നത്, സിനോജ്, ഇത് ഞങ്ങളൊരു മൃതശരീരം എന്താ പറഞ്ഞ വലിച്ചു വെച്ചുകൊണ്ട് പോയി എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്നു. എവിടെയാ? നമ്മുടെ കാഞ്ഞിരവേലിയിൽ. അവിടെ ജനങ്ങളുടെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ്, ഞങ്ങളൊരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. ഞങ്ങളല്ല മൃതശരീരം. ജനങ്ങളുടെ നിങ്ങൾ പറയരുത്, നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ പറഞ്ഞു, ജനങ്ങളെ മൊത്തത്തിൽ ഏറ്റെടുക്കരുത്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന കക്കയത്ത് അവിടെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ട ആളുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരു ദിവസം സമ്മതിച്ചില്ലല്ലോ. അതാരാ സമ്മതിക്കാതിരുന്നത്? ഞങ്ങൾ കോൺഗ്രസ്സുകാർ സമ്മതിക്കാത്തതാണോ? അല്ലല്ലോ, അവിടുത്തെ ജനങ്ങളല്ലേ അത് ചെയ്തത്. അവിടെ എന്തിനാ LDF ഹർത്താൽ പ്രഖ്യാപിച്ചത്? ഭരിക്കുന്ന ആളുകളല്ലേ. എന്തിനാ LDF ഹർത്താൽ പ്രഖ്യാപിച്ചത്? അത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൽ നിങ്ങൾ ഇടുക്കിയിൽ കൂടാതെ നിന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാഞ്ഞിരവേലിയിൽ നിങ്ങൾ കൂടാതെ നിന്നതുകൊണ്ടാണ് ആ പ്രതിഷേധം ഞങ്ങൾ ഏറ്റെടുത്തത്. കാരണം നിങ്ങൾ ഇവിടെ ഇപ്പൊ ദുരന്തമായി മാറിയിരിക്കുന്നത് കേരളത്തിലെ വനം വകുപ്പാണ്. കേരളത്തിലെ വനം വകുപ്പ് ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. ആ ദുരന്തം യഥാർത്ഥത്തിൽ ആദ്യം മാറ്റുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഞാൻ സിനോജിനെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ചക്കക്കൊമ്പനെ അല്ല, നമ്മുടെ അരിക്കൊമ്പനെ ഇവിടെ നിന്ന് മേധഗാനം വനത്തിലാണ് കൊണ്ടെടുത്തത്. അവൻ അവിടെ നിന്ന് ചുറ്റിക്കിറങ്ങി കമ്പത്തിറങ്ങി ഒരാള് അപകടത്തിൽ മരിച്ചു. 6 മണിക്കൂറിനകം തമിഴ്നാടിന്റെ വനം വകുപ്പ് മന്ത്രി ശ്രീ മതിവേന്ദ്രൻ മദ്രാസിൽ നിന്ന് കമ്പത്തെത്തിയിട്ട് ഇവനെ എന്താ പറഞ്ഞ പിടിക്കാനുള്ള ആ നടപടികൾ പൂർത്തീകരിച്ച് ഈ ആനയെ വണ്ടിയെ കയറ്റിയതിന് ശേഷമാണ് മന്ത്രി അവിടുന്ന് പോയത്. മന്ത്രി അവിടെ പറഞ്ഞതെന്നറിയോ? കവലപ്പട വേണം, എല്ലാവർക്കും സംരക്ഷണം പാതുകാപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ശ്രീ മതിവേന്ദ്രൻ, അവിടുത്തെ വനം വകുപ്പ് മന്ത്രി, ആ അപകടമുണ്ടായി 6 മണിക്കൂറിനകം അദ്ദേഹം മദ്രാസിൽ നിന്ന് അദ്ദേഹം കമ്പത്തെത്തി എന്നുള്ളതാണ്. ഇവിടുത്തെ വനം വകുപ്പ് മന്ത്രിയെ വനം വകുപ്പ് മന്ത്രി ഒന്ന് വാതുറന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും കാട്ടാന ഒരു 4 കിലോമീറ്റർ കയറി ആളെ കൊന്നു കഴിഞ്ഞിരിക്കുമല്ലോ. കാര്യക്ഷമമായി ഈ വകുപ്പിനെ നിയന്ത്രിക്കാൻ മന്ത്രിക്ക് കഴിയുന്നില്ല. മന്ത്രി വളരെ തെറ്റിദ്ധാരണാജനകമായ എന്താ പറഞ്ഞ പ്രസ്താവനകൾ ആളുകൾക്ക് ഇറക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ദുരന്തമായി മാറിയിരിക്കുന്നത് ഈ വകുപ്പാണ്. ഈ വകുപ്പ് കാര്യക്ഷമമായി നിൽക്കണം. എല്ലാ ആനയും വെടിവെച്ച് കൊല്ലണം, എല്ലാ കാട്ടുമൃഗത്തെയും വെടിവെച്ച് കൊല്ലണം. അതിനുള്ള അനുമതിയൊന്നും ഒരു നിയമപരിഷ്കരണത്തിൽ ഉണ്ടാവില്ല. ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഞാൻ ചോദിക്കുന്ന പടയപ്പയുടെ കാര്യത്തിൽ ഇനി എന്താ ഗവൺമെന്റ് വൈകുന്നത്? വെടിവെച്ച് കൊല്ലാനല്ല, അതിനെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ? അതിനെ ഒന്നുകിൽ കോന്നി ആനത്താവളത്തിലേക്ക് കൊണ്ടുപോകണം, അതല്ല എങ്കിൽ നമ്മുടെ മലയാറ്റൂരിലെ ആനപിടുത്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ PT7 പിടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ? കൊന്നതല്ലോ, PT7 ശല്യം തീർന്നില്ലേ? അപ്പോൾ അങ്ങനെ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് കൊടുക്കുന്നില്ല? ഇവിടെ തലതിരിഞ്ഞ ഉത്തരവുകളല്ലേ കൊടുക്കുന്നത്? 30 ആളിൽ കൂടുതൽ ഡ്രൈവിംഗ് പരിശീലനത്തിന് പാടില്ല. ഇന്നലെ ജനങ്ങൾ മുഴുവൻ വന്ന് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കാര്യക്ഷമമല്ലാത്ത മന്ത്രിയും കാര്യക്ഷമമല്ലാത്ത വകുപ്പും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ അതിന് നിയമിക്കാത്തതിന്റെയും ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. ആ ദുരന്തം ഇപ്പൊ ഇവിടെ ദുരന്തത്തെ നിവാരണം ചെയ്ത് വനം വകുപ്പ് മന്ത്രിയെ അടിയന്തരമായിട്ട് മാറ്റിക്കൊണ്ട് കാര്യക്ഷമതമായിട്ട് CPM-ഓ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ മറ്റേതെങ്കിലും കക്ഷികളോ അത് ഏറ്റെടുക്കണമെന്നുള്ളതാണ് ആദ്യം ഗവൺമെന്റ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള നിയമങ്ങളെയും നിയമ സംവിധാനത്തെയും ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് അടുത്ത ഒരു 5 കൊല്ലക്കാലത്തേക്ക് ഒരു ലോങ് ടേം പദ്ധതിയിൽ ഇതെങ്ങനെയാണ് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നത്? നമുക്ക് നാട്ടിൽ വാഹന അപകടം ഉണ്ടാവും എന്നതുകൊണ്ട് വാഹനം നിരോധിക്കാൻ നമുക്ക് പറ്റത്തില്ല. വാഹനത്തിന്റെ സാങ്കേതിക വിദ്യ വർദ്ധിപ്പിച്ചുകൊണ്ട്, റോഡുകളുടെ നിലവാരം വർദ്ധിപ്പിച്ചുകൊണ്ട് അപകടം കുറയ്ക്കുക എന്നതുപോലെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട് വനത്തിൽ നിന്ന് കാട്ടുമൃഗങ്ങൾ പുറത്തിറങ്ങാതെ നോക്കുക, ഇറങ്ങുന്നതിനെ തടയാനുള്ള സംവിധാനം ചെയ്യുക. ഒരു രീതിയിലും സമ്മതിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്തതിനെ വെടിവെച്ച് കൊല്ലുകയോ മാറ്റുകയോ അങ്ങനെയുള്ള നടപടികളല്ലേ സ്വീകരിക്കേണ്ടത്? ഇപ്പോ വയനാട്ടിലെ ആന കർണാടകത്തിൽ നിന്ന് വരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. ആനയ്ക്ക് സ്റ്റേറ്റ് അതിർത്തി വല്ലതും ബാധകമാണ്? അക്ഷാംശവും രേഖാംശവും ആനയ്ക്ക് ബാധകമല്ല. പഞ്ചായത്തിന്റെ സംസ്ഥാനത്തിന്റെ അതിർത്തി ആനയ്ക്ക് ബാധകമല്ല. ആന തീറ്റ കിട്ടുന്നിടത്തേക്ക് വരും. അപ്പൊ തീറ്റ ആനയ്ക്ക് കാട്ടുമൃഗങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പുലി, കടുവ അല്ലെങ്കിൽ ഈ മൃഗങ്ങളൊക്കെ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഓടും. അത് മനുഷ്യനെ ഭയപ്പെടുത്തി നിർത്താൻ പറ്റും. പക്ഷെ ആന അങ്ങനെയല്ല.
ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്ന ആളുകളെ കൊല്ലുന്ന സ്ഥിതിവിശേഷം മറ്റ് മൃഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതിനെ തടയാനായിട്ടുള്ള ഈ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ റെയിൽ ഫെൻസിങ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫെൻസിങ്, മതിൽ കെട്ടുക, ഫ്രഞ്ച് കുഴിക്കുക, ഈ നടപടികളൊക്കെ ഇത് ഗവൺമെന്റ് ഒരു സൈഡിൽ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വരെ ചിന്നക്കനാലിൽ അങ്ങനെ ഒരു നടപടി നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ്. അവിടെ വനംവകുപ്പിൽ പഠനം നടത്താനായി ഡോക്ടർ രമേശ് അടക്കമുള്ള ആളുകൾ വന്ന് സജഷനുകൾ കൊടുത്താൽ എവിടെയെങ്കിലും സിനോജെ ഒരു 100 മീറ്റർ നീളത്തിൽ ഞങ്ങളൊരു ഫെൻസിങ് ഉണ്ടാക്കി, അല്ലെ ആന ഇറങ്ങുന്നിടത്ത് ഒരു 100 മീറ്റർ നീളത്തിൽ ഞങ്ങൾ ഫ്രഞ്ച് കുഴിച്ചു ഇറങ്ങാൻ തടയാനായി, ഇല്ലെ ഞങ്ങൾ വേലി കെട്ടി, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഈ ചിന്നക്കനാൽ പഞ്ചായത്തിലോ മൂന്നാർ ഡിവിഷന്റെ കീഴിലോ അല്ലെങ്കിൽ ദേവികുളം DFOയ്ക്ക് കീഴിലോ എവിടെയെങ്കിലും ഇടുക്കി ജില്ലയിൽ നിങ്ങൾ ചെയ്തതായിട്ടൊന്ന് കാണിച്ചു തന്നെ ഞങ്ങളോട് പറ. ഞങ്ങൾ ഇന്ന നടപടി ചെയ്തു, അത് അവിടെ ഫലപ്രദമല്ല. ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. സമയപരിമിതി സേനാപതി. അല്ല, ഞാൻ പറഞ്ഞത് ആദ്യം ഗവൺമെന്റ് ആക്ട് ചെയ്യണം. തങ്കച്ചൻ തിയേറ്റർ ഒരു ഗവൺമെന്റ് ആക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ കാണിക്കണം, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അത് പരാജയപ്പെട്ടു. ഇവിടെ ഗവൺമെന്റ് ഒന്നും കാണിക്കാനില്ലല്ലോ. അതുകൊണ്ടല്ലേ അവിടെ ബിഷപ്പ് ഇഞ്ചിയാനി ബിഷപ്പ് പറഞ്ഞത് നിയമം ജനങ്ങൾ കയ്യിലെടുക്കുന്നു. കാരണം സർക്കാർ നിഷ്ക്രിയമായി നിൽക്കുന്നു, സർക്കാർ ചെയ്യേണ്ട നടപടികൾ സർക്കാർ ചെയ്യുന്നില്ല. ആളുകളെ തല്ലി ഓടിക്കാനും DCC പ്രസിഡന്റ് നേരെ കേസെടുക്കാനും DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനും MLA അറസ്റ്റ് ചെയ്യാനും MP യെ തല്ലി ഓടിക്കാനും ഒക്കെ കാണിക്കുന്ന ആ വ്യഗ്രത അത് ഗവൺമെന്റ് ഈ കാട്ടുമൃഗങ്ങളോടൊന്ന് കാണിക്കട്ടെ. അത് കാണിക്കുന്നില്ലല്ലോ. അവിടെയാണ് ഞങ്ങളുടെ സേനാപതി. സമയപരിമിതി പോലാണ് ഞാൻ ഇവിടെയാണ്. കാട്ടുമൃഗങ്ങൾക്ക് അതിൻ്റെതായ ബോധമുള്ളൂ. മനുഷ്യനായിട്ടുള്ള ആളുകളുടെ ആ ബോധം അല്ലല്ലോ ആ കോതമംഗലത്ത് നമ്മൾ കണ്ടത്. നിങ്ങൾ പ്രതിഷേധിക്കേണ്ടെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പ്രതിഷേധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പ്രതിഷേധിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ പ്രതിഷേധമല്ല അവിടെ കാണിച്ചത്. നിയമത്തെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് കോൺഗ്രസിന് അവിടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം അവിടെ നടത്തിയെന്ന് ഇവിടുത്തെ പൊതുജന സാമാന്യത്തിന് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. പ്രൈഡന്റ് പരിശോധിച്ചത് കാടിറങ്ങുന്ന കലിക്ക് പരിഹാരമോ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഗിരിദാസ്, അഡ്വക്കേറ്റ് സേനാപതി വേണു KPCC വക്താവ്, ജെയിംസ് വടക്കൻ പൊതുപ്രവർത്തകൻ, സിനോജ് വെള്ളാടി NCP സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നാളെ മറ്റൊരു വിഷയമായി കാണും വരെ നമസ്കാരം. അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ്